എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ഇന്ന് ശ്രീരാമനവമി. വളരെയധികം സുഹൃതമുണ്ട് എന്ന് മനസ്സിലായി. കാരണം അതുകൊണ്ടാണ് ഇന്ന് ശ്രീരാമചന്ദ്രസ്വാമിയുടെ തന്നെ ഒരു ക്ഷേത്രത്തിൽ ദർശനം നടത്താനും ഭഗവാന്റെ കാര്യങ്ങളെല്ലാം അനുസ്മരിക്കാനും ഒരു അനുഗ്രഹമുണ്ടായത്, ഗുരുക്കന്മാരുടെ അനുഗ്രഹം. ഒന്ന് ആലോചിക്കുക, നമ്മൾ ശരിക്കും നമ്മളുടെ സ്വത്വത്തിലേക്ക് തിരിച്ചു പോയ ഒരു കാലഘട്ടമാണിത്, അല്ലേ? ഇന്നത്തെ ദിവസം അയോധ്യയിൽ എന്തായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളവിടെ ആയിരുന്നെങ്കിൽ അയോധ്യയിൽ ശ്രീരാമചന്ദ്രസ്വാമിയുടെ ബാലക പ്രതിഷ്ഠ കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ നവമി, ശ്രീരാമനവമി. അപ്പോൾ ആ ഭൂമിയിൽ എന്തായിരിക്കും ഇന്നത്തെ ഒരു ഉത്സവം ഒന്ന് ആലോചിക്കുക. പക്ഷേ അതിൻ്റെ ഒരു തീവ്രത നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഇവിടുത്തെ ഒരു കാലഘട്ടം എന്തായിരുന്നു, എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചു എന്ന് ഹിന്ദുക്കളായിട്ടുള്ള നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കണം. നമുക്കറിയാം, ഹിന്ദുവിൻ്റെ അടിസ്ഥാന ഗ്രന്ഥം വേദമാണ് എന്ന് നമ്മൾ പറയാറുണ്ട്, അല്ലേ? ഒരു ഗ്രന്ഥമായിട്ടുള്ള രീതിയിൽ പറഞ്ഞാൽ വേദം എന്നുള്ള വാക്കിൻ്റെ സാമാന്യമായിട്ടുള്ള അർത്ഥം എന്താണ്? അറിവ്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഹിന്ദുവിൻ്റെ അടിസ്ഥാന ഗ്രന്ഥം അറിവ് ആണെങ്കിൽ നമ്മൾ എന്തിനാണ് ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കേണ്ടത്? അറിവിനാണ്. നമ്മുടെ ആചാര്യന്മാർ വളരെ ലളിതമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ശരിയായിട്ടുള്ള അറിവുണ്ടെങ്കിൽ ആർക്കെങ്കിലും നമ്മളെ പ്രലോഭിപ്പിക്കാൻ പറ്റുമോ? വഴിതെറ്റിക്കാൻ പറ്റുമോ? നിങ്ങളുടെ ഭഗവാൻ എന്താ ആനയുടെ തലേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു സംഭ്രമം ഉണ്ടാവുമോ? ഒരിക്കലും ഉണ്ടായില്ല. അപ്പം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ശരിയായിട്ടുള്ള അറിവ് സമ്പാദിക്കുക. മാത്രമല്ല, നമുക്കറിയാം നമ്മളുടെ രാജ്യത്തിൻ്റെ പേര് ഭാരതം എന്നാണ്, അല്ലേ? എങ്ങനെ ഈ പേര് വന്നു? പലതരത്തിൽ പറയാറുണ്ട്. ഒന്ന് പറയുന്നത്, ശങ്കരാചാര്യർ പറയുന്നു, ഭ എന്നാൽ പ്രകാശം, രതി എന്നാൽ അതിൽ രമിക്കുന്നത്. അപ്പോൾ എന്താണ്? പ്രകാശത്തിൽ ജ്വലിക്കുന്ന രാഷ്ട്രം. ഏറ്റവും വലിയ പ്രകാശം എന്താണ്? അറിവാണ്, അല്ലേ? നമ്മൾ സാധാരണ പറയാറില്ലേ, തലയിൽ വെളിച്ചം വീണു എന്നൊക്കെ പറയാറില്ലേ? പക്ഷേ ഏറ്റവും വലിയ പ്രകാശം ശങ്കരാചാര്യർ പറയുന്നു അറിവാണ്. അതുകൊണ്ടാണ് നമ്മൾ തമസോമ അസതോമ സദ്ഗമയ തമസോമ ജ്യോതിർഗമയ എന്നൊക്കെ പറയുന്നത്. അജ്ഞാനതിമിരാന്തസ്യ, അതെല്ലാം ഏറ്റവും വലിയ വെളിച്ചം എന്ന് പറയുന്നത് അറിവാണ്, ശങ്കരാചാര്യർ പറഞ്ഞു. അപ്പോൾ അതിന് പ്രാധാന്യം കൊടുക്കുന്ന രാഷ്ട്രം. മറ്റൊന്ന് ഭ എന്നാൽ ഭഗവാൻ, ഭഗവാനോട് രതിയുള്ള പ്രേമമുള്ള രാഷ്ട്രം എന്നുള്ള അർത്ഥത്തിൽ ഭാരതം എന്ന പേര് പറയും. മറ്റൊന്ന് ഭ എന്നാൽ ഭാവം, രാ എന്നാൽ രാഗം, താ എന്നാൽ താളം, ഭാവരാഗ താള സമന്വയം ഭാരതം. എന്നാൽ പിന്നീട് പറയാറുണ്ട്, ഭരത ചക്രവർത്തി ഭരിച്ചതുകൊണ്ട്, ദുഷ്യന്തൻ്റെയും ശകുന്തളയുടെയും പുത്രനായിട്ടുള്ള ഭരതൻ ഭരിച്ചതുകൊണ്ട് ഭാരതം, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇതിനു മുമ്പും നമ്മളുടെ രാജ്യത്തിന് ഭാരതമെന്നായിരുന്നു പേര്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ രാജ്യം എന്നും പ്രാധാന്യം കൊടുത്തുകൊണ്ടിരുന്നത് അറിവിനാണ്. അറിവിൻ്റെ ദേവത ആരാണ്? സരസ്വതി ദേവി. സരസ്വതി ദേവിയുടെ മറ്റൊരു പേരാണ് ഭാരതി. ആ ഭാരതി എന്ന വാക്കിൽ നിന്നാണ് രാജ്യത്തിന് ഭാരതം എന്ന പേരുണ്ടായത്. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ അറിവിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. എങ്ങനെയുള്ള അറിവിന്? വൈദികമായിട്ടുള്ള അറിവിന്. വൈദികമായിട്ടുള്ള അറിവ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ പറയാറുണ്ട്, നമ്മളുടെ സംസ്കാരം സനാതന സംസ്കാരം എന്ന് പറയാറുണ്ട്. ശരിക്കു പറഞ്ഞാൽ നമ്മളുടെ സംസ്കാരം എന്നുള്ളത് വൈദിക സംസ്കാരമാണ്. സംസ്കാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിത രീതി, ജീവിത പദ്ധതി, നമ്മൾ എങ്ങനെയൊക്കെ ജീവിക്കണം, എന്തൊക്കെയാണ് ധർമ്മം, എന്തൊക്കെയാണ് അധർമ്മം, ഇതൊക്കെ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു ഗൈഡ് ലൈൻ ആണ്. പക്ഷേ അതിൽ കൃത്യമായിട്ട് പറയുന്നു നമ്മളുടെ ജീവിത രീതി എന്തായിരിക്കണമെന്ന് ആചാര്യന്മാർ പറയും. അപ്പോൾ എന്താണ് നമ്മുടെ സംസ്കാരം? വൈദിക സംസ്കാരം. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ സനാതന സംസ്കാരം എന്ന് പറയുന്നത്? അതിനെ വിശേഷിപ്പിക്കുന്ന പദമാണ്, അല്ലേ? ഇപ്പം നമ്മൾ പറയും, ചേച്ചിക്ക് നല്ല വലിയ കണ്ണുണ്ട്, അല്ലെങ്കിൽ ചേച്ചിക്ക് വളരെ നല്ല മുടിയുണ്ട് എന്നൊക്കെ പറയുമ്പോൾ എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വലിയ, നല്ല എന്നൊക്കെ കണ്ണിനെയും മുടിയെയും വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പദങ്ങളാണ്. അതുപോലെ തന്നെ വൈദിക സംസ്കാരത്തെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പദമാണ് സനാതനം. സനാതനം എന്ന് പറഞ്ഞാൽ എന്നും നിലനിൽക്കുന്നത്, ഒരിക്കലും നശിക്കാത്തത്, തനമായി നിൽക്കുന്നത് എന്നാണ് അർത്ഥം. അതെങ്ങനെയാണ്?
ഇപ്പം മെസപ്പൊട്ടോമിയൻ സംസ്കാരമുണ്ട്, ഗ്രീക്ക് സംസ്കാരമുണ്ട്, ധാരാളം സംസ്കാരമുണ്ട്. ഇതിൽ പലതും നശിച്ചുപോയി. പക്ഷെ നമ്മൾ പറയുകയാണ് നമ്മുടെ സംസ്കാരം മാത്രമേ ഇന്ന് നിലനിൽക്കുമെന്ന്. അപ്പം എന്തുകൊണ്ടാണ്? മനസ്സിന് സുഖം കിട്ടാൻ വേണ്ടി നമ്മുടെ ആചാര്യന്മാരൊക്കെ പറയുന്നതാണോ? ഒരിക്കലുമല്ല. കാരണം ഇതിലെ ആശയങ്ങൾ അങ്ങനെയാണ്. ഇപ്പം ഗ്രീക്ക് സംസ്കാരമാണെങ്കിൽ ആ ഒരു കൾട്ട്, ആ ഒരു വിഭാഗത്തിന് വേണ്ടിയിട്ടുള്ളതാണ് അതിലെ ആശയങ്ങൾ. ആ വിഭാഗം ഇല്ലാതായെങ്കിലോ? അങ്ങനെയൊക്കെ സംഭവിക്കില്ലേ? ഇപ്പം സിംഹവാലൻ കുരങ്ങ് വംശനാശം സംഭവിച്ചു, അല്ലെങ്കിൽ ഡൈനോസേഴ്സ് വംശനാശം സംഭവിച്ചു എന്നൊക്കെ നമുക്ക് കേൾക്കാം, അല്ലേ? സിംഹവാലൻ കുരങ്ങ് ആയിട്ടില്ല എങ്കിൽ പോലും ഇങ്ങനെയൊക്കെ കേൾക്കാം, കുറഞ്ഞു വരുന്നു എന്നൊക്കെ. അപ്പോൾ ഒരിക്കൽ അതൊക്കെ ഇല്ലാതെയാകാം. അപ്പോൾ അവർക്ക് വേണ്ടി മാത്രമാണ് ഒരാശയം ഉണ്ടാക്കിയിരിക്കുന്നതെങ്കിൽ അവരില്ലാതെയായാൽ ആശയം തീർന്നു. അതാണ് പല സംസ്കാരങ്ങളുടെയും പ്രത്യേകത. എന്നാൽ നമ്മുടെ സംസ്കാരം എന്താണ്? മനുഷ്യന് വേണ്ടി മാത്രമുള്ളതല്ല. നമ്മൾ സാധാരണ പറയും ഹിന്ദുവിൻ്റെ അടിസ്ഥാന ഗ്രന്ഥം, എന്നാൽ അതുമല്ല. പുരുഷ സൂക്തത്തിൽ ഒരു ശ്ലോകമുണ്ട്. ഈ പുരുഷ സൂക്തം എന്ന് പറയുന്നത് 4 വേദത്തിലും ഉള്ളതാണ്. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. അതിലെ ശ്ലോകം ഒന്ന് ചൊല്ലാം. ഓം തജ്ജം യോരാവൃണീമഹേ ഗാതും യജ്ഞായ ഗാതും യജ്ഞപതയേ ദൈവീ സ്വസ്തിനസ്തുനഃ സ്വസ്തിർമാനുഷേഭ്യഃ ഊർധ്വം ജിഗാതു ഭേഷജം ശം നോ അസ്ത്വിദ്വിപതേ ശം ചതുഷ്പതേ. ഇതാണ്. ഇതിൽ അവസാനം എന്താ പറയുന്നത്? ശംനോ അസ്തു ദ്വിപതേ. ശം എന്ന് പറഞ്ഞാൽ മംഗളം, ശങ്കരൻ എന്നല്ലേ? ശം കരോതി ഇതി ശങ്കരഃ. അപ്പം ശംനോ അസ്തു ദ്വിപതേ, 2 കാലുള്ള എല്ലാവർക്കും സൗഖ്യം കൊടുക്കണേ. അപ്പം എന്താ? 2 കാലുള്ള ആരാ? നമ്മളൊക്കെ 2 കാലല്ലേ? നമ്മളില്ലാതെയായി ഭൂമിയിലെന്ന് വിചാരിക്കുക. മനുഷ്യന്മാർ മുഴുവൻ ഇല്ലാതെ. കാക്കയുണ്ടെങ്കിലും ഈ മന്ത്രത്തിന് പ്രസക്തി ഉണ്ട്. ഉണ്ടോ? കാക്കയ്ക്ക് എത്ര കാല? 2 കാലം. പിന്നെ എന്താ പറയുക? ശംനോ അസ്തു ദ്വിപതേ ശം ചതുഷ്പതേ. 4 കാലുള്ളവയ്ക്ക് സൗഖ്യം ഭവിക്കട്ടെ, അല്ലേ? 2 കാലുള്ള ഹിന്ദുവിന് സൗഖ്യം ഭവിക്കട്ടെ എന്നാണോ? 2 കാലുള്ള ക്രിസ്ത്യാനിക്ക് സൗഖ്യം ഭവിക്കട്ടെ എന്നാണോ? ഒന്നുമല്ല പറഞ്ഞിരിക്കുന്നത്. എല്ലാത്തിനെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള സംസ്കാരം. ഇതാണ് നമ്മളുടെ പ്രത്യേകത. മറ്റൊന്ന് പറയുന്നത് വസുധൈവ കുടുംബകം. വസുധൈവ കുടുംബകം എന്ന് പറഞ്ഞാൽ ഈ വസുന്ധര എന്ന് പറയുന്നത് ഒരു കുടുംബമാണ്. ഇറ്റ്സ് എ ഫാമിലി, 1 ഫാമിലി. അപ്പം നമ്മളിപ്പോൾ G20 നടന്നില്ലേ? G20 ഭാരതത്തിൽ, പ്രത്യേകിച്ച് കാശ്മീരിൽ വളരെ അഭിമാനപൂർവ്വം നടത്തി. ഈ G20യുടെ സ്ലോഗൻ എന്തായിരുന്നു എന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? 1 എർത്ത്, 1 ഫാമിലി, 1 ഫ്യൂച്ചർ. ഇതിൻ്റെ അർത്ഥം എന്താ? വസുധൈവ കുടുംബകം. 1 എർത്ത്, ഒരു ഭൂമി, 1 ഫാമിലി, അവർക്കൊരു ഭാവി. എത്ര കൃത്യമായിട്ടാണ് നമ്മുടെ ആ സംസ്കാരം വളരെ നവീനമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് വരുന്നത് നോക്കുക. പിന്നെ ഉണ്ട് തത്ര വിശ്വം ഭവത്യേക നീഠം. ഈ വിശ്വം എന്ന് പറയുന്നത് ഒരു കിളിക്കൂടാണ്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ലോകാ സമസ്ത, എല്ലാ ലോകങ്ങളിലുള്ളവർക്കും സൗഖ്യമായിട്ടിരിക്കട്ടെ. എൻ്റെ ലോകം ലോക്യതേ ശക്യതേ ഇതി ലോഹ. എനിക്ക് കാണാനും അറിയാനും മനസ്സിലാക്കാനും പറ്റുന്ന എല്ലാത്തിനും സൗഖ്യം ഭവിക്കട്ടെ. ഇങ്ങനെയുള്ള ഒരു സംസ്കാരമാണ് നമ്മളുടേത്. അതുകൊണ്ടാണ് ഇത് സനാതനമാണ്. എന്തെങ്കിലും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ഈ മന്ത്രങ്ങൾ ബാധകമാണ്. പക്ഷേ ഇത് നശിക്കില്ല എന്നേ ഉള്ളൂ. ക്ഷയം വരാം, വൃദ്ധി വരാം. ക്ഷയം വരുന്നത് വേദത്തിന് എന്തെങ്കിലും കുഴപ്പമുള്ളതുകൊണ്ടാണോ? നമ്മളുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ്. നമ്മൾ ഇതിനെ പരിപാവനമായിട്ട് ഇതിലെ ആശയങ്ങളെ സംരക്ഷിച്ചില്ലെങ്കിൽ വേദത്തിന് ക്ഷയം വരാം. നമ്മൾ നന്നായിട്ട് സൂക്ഷിച്ചാൽ ചന്ദ്രന് വൃദ്ധിയും ക്ഷയവും ഉണ്ടാകുന്നത് പോലെ ഇതിന് വൃദ്ധി ഉണ്ടാകാം. ഇങ്ങനെയുള്ള കാലഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്തിന്? വാൽമീകി രാമായണത്തിൽ ദശരഥൻ്റെ കാലഘട്ടത്തിൽ പോലും വേദത്തിൽ നിന്നും ഒരു ച്യുതി ഉണ്ടായിട്ടുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. അതെവിടെയാണെന്ന് വെച്ചാൽ, പൊതുവെ വേദത്തിൽ പറയുന്നു നമ്മൾ മനുഷ്യത്വത്തിൽ നിന്നും ദൈവികതയിലേക്ക് മാറിയാൽ മാത്രമേ നമുക്ക് ഈശ്വരനെ അറിയാൻ സാധിക്കൂ. ദൈവികതയിലേക്ക് മാറുക എന്ന് പറഞ്ഞാൽ നല്ല സത്വഗുണങ്ങൾ വളർത്തിയെടുക്കുക. അതിനെന്ത് വേണം? നമ്മളുടെ ഉള്ളിലെ മൃഗീയ വാസനകളെ ഇല്ലാതെയാക്കുക. അത് ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുക. ഇതാണ് വേദത്തിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ മൃഗീയ വാസനകളെ ഇല്ലാതെയാക്കുക, നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമാണോ? നമ്മൾ ഉള്ളോടുള്ള ഇതൊക്കെ സന്തോഷിക്കുന്നുണ്ട്, ഇതിനെയൊക്കെ നമ്മൾ അതുമായിട്ട് രമിക്കുന്നുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്തു? പശുവിനെ വധിക്കുക എന്ന് വേദത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ ഉള്ളിലെ മൃഗീയ വാസനകളെ നമുക്ക് കളയാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു?
അഗ്നിയിലേക്ക് എന്തു ചെയ്തു? മൃഗങ്ങളെ ഹോമിക്കാൻ തുടങ്ങി. ദശരഥൻ ധാരാളം യാഗങ്ങൾ നടത്തിയിട്ടുണ്ട്. വാൽമീകി രാമായണത്തിൽ പറയുന്നു, ലക്ഷക്കണക്കിന് മൃഗങ്ങളെയാണ് ഹോമിച്ചത്. ശരിക്കും പറഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടാണ് ഈ യാഗം നടത്തുക? പലരും പറയാറുണ്ട്, ഭഗവാനെ എത്ര കിലോ നെയ്യും പട്ടുസാരിയും ഒക്കെ എന്തിനാണോ ഈ ഹോമകുണ്ടത്തിലേക്ക് ഇടുന്നത്, എത്ര വസ്തുക്കളാണ് നശിപ്പിക്കുന്നത് എന്നൊക്കെ. പക്ഷേ ഇതിനൊക്കെ വളരെ ആഴത്തിലുള്ള അർത്ഥമുണ്ട്. യജ്ഞത്തിലേക്ക് എന്തെങ്കിലും സമർപ്പിക്കുന്നു എന്നുള്ളത് സൂചിപ്പിക്കുന്നത് നമ്മൾ എന്തിനെയാണ് ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കേണ്ടത്? നമ്മുടെ ഉള്ളിലെ അഹങ്കാരത്തെയാണ്. ആ അഹങ്കാരത്തെ നമ്മൾ ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കുന്നു, അഗ്നിയിലേക്ക്. അഗ്നിയാണ് ക്യാരിയർ. ഭഗവാന്റെ അടുക്കൽ, ദേവന്മാരുടെ അടുക്കൽ എല്ലാം കൊണ്ടെത്തിക്കുന്നത് അഗ്നിയാണ്. പക്ഷേ ഈ അഹങ്കാരത്തെ എങ്ങനെയാണ് സമർപ്പിക്കുക? അപ്പം നമുക്ക് എന്തിനോടൊക്കെ അറ്റാച്ച്മെൻ്റ് ഉണ്ടോ അതിന് ഒരു സൂചന നൽകുന്ന പ്രതീകാത്മകതയുള്ള കുറേ വസ്തുക്കളെ നമ്മൾ അതിലേക്കിടുന്നു. നെയ്യും കരിമ്പും തേങ്ങയും ഇങ്ങനെ കുറേ സാധനങ്ങൾ സമർപ്പിക്കുമ്പോൾ, പട്ടുസാരി സമർപ്പിക്കുമ്പോഴും അതാണ് ഉദ്ദേശിക്കുന്നത്. എന്താണ്? ഇതിനോടുള്ള മമത്വം പോകണം. ഇനി പട്ടുസാരി സമർപ്പിക്കണം എന്നൊന്നുമില്ല, നമ്മുടെ കർമ്മം നന്നായിരുന്നാൽ മതി. അപ്പം നമ്മുടെ ഉള്ളിലെ ആ ഭാവം പരിശുദ്ധമാകാൻ വേണ്ടിയിട്ടാണ് യാഗങ്ങൾ ഹോമങ്ങളും ചെയ്യുന്നത്. മാത്രമല്ല ഇതിന് വളരെയധികം എന്ത് നമ്മളുടെ കർമ്മങ്ങളും പ്രകൃതിയോട് ചേർന്നിട്ടുള്ളവയായിരുന്നു. യാഗം ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? സ്വാഭാവികമായിട്ട് അവിടെ ഹോമത്തിൽ നിന്ന് പുകയുണ്ടാവും. ഈ പുക മുകളിൽ ചെന്ന് മേഘമായിട്ട് മാറും. അപ്പോൾ വളരെ പരിശുദ്ധമായിട്ടുള്ള ജലം അവിടെ ഉണ്ടാവും, മഴ. ഈ ജലം ഭൂമിയിൽ പതിക്കും, അവിടെ കൃഷി ചെയ്യുന്നിടത്ത് പതിക്കും, അവിടെ കൃഷി വിളയുണ്ടാകും, നല്ല നല്ല ധാന്യങ്ങൾ നമുക്ക് വിളയെടുക്കാൻ സാധിക്കും. അപ്പോൾ എത്രമാത്രം പരിശുദ്ധമായിട്ടുള്ള ആഹാരമാണ് നമുക്ക് കഴിക്കാൻ കിട്ടുക. ഇന്നോ അല്ലേ? ഇന്നെന്താണ്? ഇന്ന് അന്തരീക്ഷവും എല്ലാം മലിനമാണ്. പണ്ട് പറയും മഴവെള്ളമാണ് ഏറ്റവും പരിശുദ്ധം. ഇപ്പോൾ അതുപോലും വിശ്വസിക്കാൻ പറ്റില്ല. കാരണം മഴവെള്ളം മുകളിൽ നിന്ന് വന്നാൽ അന്തരീക്ഷം മുഴുവൻ കെമിക്കൽസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വളരെയധികം പരിശുദ്ധമായിട്ടുള്ള രീതിയിൽ ഈ മഴയൊക്കെ ലഭിക്കാൻ വേണ്ടിയിട്ട് യാഗങ്ങൾ നടത്താൻ പറഞ്ഞു. മറ്റൊന്ന്, ആ യാഗകുണ്ടത്തിൻ്റെ മുന്നിൽ, ഹോമകുണ്ടത്തിൻ്റെ മുന്നിലിരുന്ന് നമ്മൾ ആ പൂജയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരം നന്നായിട്ട് വേർക്കും. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ തന്നെ ആ മലിനമായിട്ടുള്ള വസ്തുക്കൾ, ടോക്സിക് ആയിട്ടുള്ളതെല്ലാം പുറന്തള്ളും. രാവിലെ ആ ഹോമകുണ്ടത്തിൻ്റെ മുന്നിലിരുന്ന് ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഏകാഗ്രതയും ഉണ്ടാകും. ഇത് വേദത്തിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് നമ്മൾ ഇന്നും ചെയ്യുന്നുണ്ട്. നമ്മൾ വിചാരിക്കും, ഈ വൈദിക മാർഗമൊന്നും ഞാൻ ചെയ്യുന്നില്ലല്ലോ, എല്ലാം പ്രതീകാത്മകമാണ്, നമ്മൾ ചെയ്യുന്നുണ്ട്. ഇന്ന് വീട്ടിൽ ഹോമകുണ്ടോ ഒന്നും വെച്ച് ചിലപ്പോൾ പലപ്പോഴും നമുക്ക് പൂജയൊന്നും ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ ആ അഗ്നിക്ക് പകരമായിട്ട് നമ്മൾ എല്ലാ ദിവസവും സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തുന്നുണ്ട് അല്ലേ? അതുപോലെ ആ ഹോമകുണ്ടത്തിൽ നിന്നുള്ള പുകയ്ക്ക് തുല്യമായിട്ടാണ് നമ്മൾ ചന്ദനത്തിരി കത്തിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രതീകാത്മകതയോടുകൂടി ഒരു വൈദിക സംസ്കാരം നമ്മൾ ഇന്നും തുടരുന്നുണ്ട്. ഞാൻ അങ്ങനെയൊന്നും ജീവിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എല്ലാവരും ഏതെങ്കിലും തരത്തിൽ വൈദിക സംസ്കാരത്തിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ വളരെ അന്തരീക്ഷം ശുദ്ധമാകാൻ വേണ്ടിയിട്ട് യാഗം നടത്താനായിട്ട് പറഞ്ഞു. അവിടെ എന്ത് ചെയ്തു? ഈ മൃഗങ്ങളെ മുഴുവൻ ഹോമിച്ചു. അപ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന പുക എങ്ങനെയായിരിക്കും? അന്തരീക്ഷം എത്രമാത്രം മാലിന്യമേറിയതാണ് അല്ലേ? അങ്ങനെ കുറേ കാലഘട്ടം കൊണ്ട് വേദത്തിലെ ആശയങ്ങൾക്ക് ച്യുതി സംഭവിച്ചു. ഈ സമയത്താണ് ബുദ്ധ ഭഗവാൻ ജനിക്കുന്നത്. ബുദ്ധൻ്റെ ജനനത്തെ പറ്റിയും നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അവിടെ എന്താണ് പറ്റിയത് എന്ന് മനസ്സിലാക്കണം. അതായത് ബുദ്ധൻ ജനിച്ചതിന് ശേഷം ആ ഒരു കാലഘട്ടം വളരെ ഹിംസയുടെ കാലഘട്ടമായിരുന്നു. സ്വാഭാവികമായിട്ടും അഹിംസയുടെ വക്താവ് ആയതുകൊണ്ട് എല്ലാവരും അതിനെ വളരെ സന്തോഷത്തോടെ സ്വീകരിച്ചു. ഇതേ സമയം തന്നെയാണ് മഹാവീരൻ്റെ ജനനവും. ഈ സമയം എല്ലാം ഏകദേശം നിർവ്വാണത്തിൻ്റെയും ശാന്തിയുടെയും വക്താക്കളായിട്ട് വർത്തമാന മഹാവീരനും എല്ലാം ഈ സമയത്താണ് ജനിച്ചത്. നമ്മൾ സാധാരണ രാഷ്ട്രീയത്തിൽ പറയില്ലേ, കുറേ കാലം ഒരാൾ ഭരിച്ചാൽ ചിലപ്പോൾ നമുക്കൊരു ചേഞ്ച് വേണം, ബുദ്ധിമുട്ടാണ് എന്നൊക്കെ. അപ്പം അതുപോലെ തന്നെ അഹിംസ കുറേ അധികം കൂടിയപ്പോൾ ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിച്ചു. എല്ലാവരും ബുദ്ധൻ്റെ തത്വങ്ങളിലേക്ക് ആകൃഷ്ടരായി, പ്രത്യേകിച്ച് രാജാക്കന്മാർ. അതോടുകൂടി അവർക്ക് കരുത്ത് വർദ്ധിച്ചു. എന്നാൽ നിങ്ങൾ കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, ഞാനൊരു വിവാദം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല. അതിന് കാരണം ഇന്ന് ബുദ്ധമതക്കാർ നമ്മളെ ഒരു തരത്തിലും ഉപദ്രവിക്കുന്നില്ല. പക്ഷെ അന്ന് നടന്നത് എന്താണെന്ന് വെച്ചാൽ, ബുദ്ധൻ ഒരിക്കലും തൻ്റെ എല്ലാ ആശയങ്ങളും പ്രവൃത്തികളും വേദത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണെന്ന് ഒരിക്കലും പറഞ്ഞില്ല.
വേദത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹം പൂർണ്ണമായും മൗനം പാലിച്ചു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ വേദത്തെ നിന്ദിക്കാൻ തുടങ്ങി. പതിര് കളയുന്നതിന് പകരം നെല്ലും കൂടെ കളയുന്ന പ്രതീതി. ശ്രുതി ഭഗവതിയെ, വേദത്തിനെ അവർ തള്ളിക്കളഞ്ഞു. അതോടുകൂടിയാണ് വീണ്ടും പ്രശ്നങ്ങൾ വന്നത്. കാപാലികന്മാരായിട്ടുള്ളവർ, ഭീകര ഭൈരവന്മാർ, അവരുടെ ദേവതകൾ അങ്ങനെയാണല്ലോ, അവരെ പൂജിക്കാൻ ബ്രാഹ്മണരുടെ തലകൾ വെട്ടിയെടുത്ത് പൂജാപുഷ്പമായിട്ട് ഉപയോഗിച്ചു. നമുക്കറിയാം ശങ്കരാചാര്യരുടെ ചരിത്രത്തിൽ കാപാലികൻ കൊല്ലാൻ വന്നതായിട്ടൊക്കെ പറയുന്നുണ്ട്. മാത്രമല്ല ബുദ്ധമതത്തിൽ സത്യം പറഞ്ഞാൽ ബുദ്ധൻ എന്തു പറഞ്ഞോ അതുമായിട്ട് ബുദ്ധമതത്തിന് വളരെ വലിയ ബന്ധമൊന്നുമില്ല. ശിഷ്യന്മാർ പോലും അദ്ദേഹം പറഞ്ഞത് ശരിയായിട്ട് മനസ്സിലാക്കിയോ എന്ന സംശയമുണ്ട്. പക്ഷെ ഇതുപോലും പറയുമ്പോൾ നമ്മൾ വളരെയധികം ആലോചിക്കണം. അതായത് ശങ്കരാചാര്യർക്ക് പ്രധാനമായിട്ട് 4 ശിഷ്യന്മാരുണ്ടായിരുന്നു. ശങ്കരാചാര്യർ പറഞ്ഞത് ഈ 4 ശിഷ്യന്മാർക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അപ്പോൾ അതുപോലെ തന്നെ ബുദ്ധൻ്റെ അനുയായികൾ വേദത്തെ നിഷേധിച്ചു, വിഗ്രഹാരാധനയെ എതിർത്തു. അതോടുകൂടി അവർ ക്ഷേത്രങ്ങളെല്ലാം ഇല്ലാതെയാക്കി. പലപ്പോഴും അഹിംസാവാദികളായിരുന്നവർ ക്ഷേത്രങ്ങൾ തച്ചുടച്ചു. ഇതിന് ബദരിയുടെ ചരിത്രം നോക്കിയാൽ മതി. ബദരിയിലെ വിഗ്രഹം എവിടെയായിരുന്നു? അളകനന്ദയിൽ കിടക്കുകയായിരുന്നു. ശങ്കരാചാര്യരാണ് അതിനെ വീണ്ടെടുത്ത് പ്രതിഷ്ഠിച്ചത്. കാരണം ബുദ്ധമതത്തിൻ്റെ പ്രഭാവം വന്നോടുകൂടി ക്ഷേത്രങ്ങൾ കുറേയൊക്കെ നശിപ്പിക്കപ്പെട്ടു. കുറേയൊന്നും നോക്കാൻ ആളില്ലാതെ, സംരക്ഷിക്കാനില്ലാതെ സ്വയം നശിച്ചു. എന്തിനാ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ അയോധ്യയുടെ ചരിതം പറയാനായിട്ടാണ്. അയോധ്യ എന്ന് പറയുന്നത് രാജ്യം വളരെ മനുവിൻ്റെ കാലഘട്ടം തൊട്ടുള്ളതാണ്. എത്രയോ രാജാക്കന്മാർ ഭരിച്ചിട്ടാണ് ദശരഥനിൽ നിന്നും ശ്രീരാമനിലേക്ക് എത്തിയത്. അത് കഴിഞ്ഞ് രാജ്യം ഭരിച്ചത് കുശനാണ്, ലവകുശനിൽ. കുശൻ കഴിഞ്ഞ് 44 പരമ്പര രാജ്യം ഭരിച്ചു. അതോടുകൂടി വംശനാശം വന്നു. ഈ വംശനാശം വന്നതിന് ശേഷം അന്ന് ശ്രീരാമൻ്റെയൊക്കെ വിഗ്രഹങ്ങളും അല്ലെങ്കിൽ ക്ഷേത്രമൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പിന്നീട് ബുദ്ധമതത്തിൻ്റെ പ്രഭാവമായി. ബുദ്ധൻ്റെ ആത്മീയ കേന്ദ്രമായിരുന്നു അയോധ്യ. അതോടൊപ്പം തന്നെ 5 ജൈന തീർത്ഥങ്കരന്മാരുടെ ജന്മഭൂമിയാണ് അയോധ്യ. ഗുരുനാനാക്കിൻ്റെ ജന്മഭൂമിയാണ് അയോധ്യ. അതോടുകൂടി ബുദ്ധമതവും ജൈനമതവും വളരെയധികം ശക്തി പ്രാപിച്ചതോടുകൂടി അയോധ്യയുടെ കഷ്ടകാലം തുടങ്ങി. അപ്പോൾ അതോടുകൂടി ഈ ക്ഷേത്രവും എല്ലാം ഇല്ലാതെയായി. പിന്നീട് നമുക്കറിയാം ഉജ്ജയിനിയിലെ വിക്രമാദിത്യ മഹാരാജാവാണ് അയോധ്യയിലെ പുതിയ ക്ഷേത്രം പണിതത്. അദ്ദേഹം 360ഓളം ക്ഷേത്രങ്ങളാണ് അദ്ദേഹം പുതുക്കി പണിതത്. നമ്മളൊന്ന് അവരെയൊക്കെ എത്ര മനസ്സുകൊണ്ട് നമസ്കരിക്കണം എന്നൊന്ന് ആലോചിക്കുക. പക്ഷേ ഈ ക്ഷേത്രം പുതുക്കി പണിതെങ്കിലും വീണ്ടും മുഗളന്മാരുടെ ഭരണം വന്നു. അതോടുകൂടി അയോധ്യ തട്ടിയുടയ്ക്കപ്പെടുകയായിരുന്നു. ധാരാളം മുഗള ചക്രവർത്തിമാർ വന്നു. ഓരോ ചക്രവർത്തി വരും, നശിപ്പിക്കും. നമ്മുടെ ഏതെങ്കിലും ഒരു രാജാവ് വരും, പുനർനിർമ്മിക്കും. ഇങ്ങനെയായിരുന്നു. കാശിയിൽ പോയാൽ അഹല്യാബായിയുടെ പ്രതിമ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ സ്ത്രീ, ആ മഹാറാണിയെ നമസ്കരിക്കണം. അയോധ്യയിലും ക്ഷേത്രം പുനർനിർമ്മിച്ചു. കാശിയിലെ ക്ഷേത്രം പുനർനിർമ്മിച്ചു. അതെല്ലാം അഹല്യാബായിയുടെ ചരിത്രം നമ്മൾ പഠിക്കണം. ശരിക്കും അവരെ നമസ്കരിക്കും. കാശിയിൽ വളരെ വലിയ പ്രതിമ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അഹല്യാബായിയുടെ. അപ്പോൾ ഇവിടെ നമ്മൾ വീണ്ടും മുഗളന്മാരുടെ ആക്രമണം. 76 യുദ്ധമാണ് ഈ അയോധ്യ വീണ്ടെടുക്കാനായിട്ട് നടന്നത്. 76 യുദ്ധങ്ങൾ. ഇതിൽ കൊല്ലപ്പെട്ടത് 3 ലക്ഷം ആളുകൾ. ഓരോ കാലഘട്ടത്തിലും യുദ്ധം നടക്കും, കുറച്ച് വീണ്ടെടുക്കും, തിരിച്ചു മുഗളന്മാർ അത് മുഴുവൻ ആക്രമിക്കും. ഇങ്ങനെയുള്ള പരമ്പരയായിരുന്നു. അങ്ങനെ 76 യുദ്ധങ്ങളും 3 ലക്ഷം ആളുകൾ ബലിദാനികളായി എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ചു നോക്കുക. അവർക്ക് എത്ര കുടുംബങ്ങൾക്കായിരിക്കും സന്തോഷം. ഈ ഭഗവാന്റെ അയോധ്യ ശ്രീരാമൻ്റെ കുറച്ച് ദിവസം മുമ്പ് അവിടെ പോകാനും തൊഴാനും ഒക്കെയുള്ള ഒരു ഭാഗ്യം ലഭിച്ചു. ശരിക്കും പറഞ്ഞാൽ ആ ഭൂമിയിൽ പാദം സ്പർശിക്കുമ്പോൾ ഇത് മുഴുവനാണ് മനസ്സിലേക്ക് അങ്ങ് വരിക. ഇപ്പോഴും നമുക്കറിയാം തൊട്ട് അടുത്ത് ആ പള്ളികളും ഇതെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. അത് കാശിയിലും അതെ, ക്ഷേത്രത്തിനകത്ത് തന്നെ ഇതെല്ലാം ഉണ്ട്. എങ്കിൽ പോലും ആ ബാലകരാമൻ്റെ ആ വിഗ്രഹം കാണുമ്പോൾ ഉള്ള ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എത്ര പ്രൗഢഗംഭീരമായിട്ടാണ് തല ഉയർത്തി നിൽക്കുന്നത് എന്നറിയാമോ? തുടക്കമേ ആയിട്ടുള്ളൂ, പക്ഷേ രാജ്യം അത് കൊണ്ടാടി അല്ലേ? ആ ബാലകരാമൻ്റെ പ്രതിഷ്ഠ പറ്റുമെങ്കിൽ എല്ലാവരും പോയി തൊഴണം. എന്താണ് ബാലകരാമൻ എന്നൊക്കെ ഒരു സംശയം തോന്നാം. ആ ബാലൻ എന്നുള്ളതിന് കുറച്ചും കൂടെ ഒരു ഊന്നൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് താരകം എന്നൊക്കെ നമ്മൾ പറയുന്നത്, ഒരു മലയാളത്തിൽ ശക്തി കൊടുക്കാൻ. ഈ ബാലൻ എന്ന് പറഞ്ഞാലുള്ള പ്രായം എന്താണ്?
അല്ലേ? എന്തുകൊണ്ടാണ് ബാലകരാമൻ്റെ വിഗ്രഹം പ്രതിഷ്ഠിച്ചത്? നമുക്ക് സംശയം തോന്നും. നമ്മൾ പോലും ഈ ബാലകരാമൻ എന്നുള്ളത് വളരെ പുതുതായിട്ടാണ് കേട്ടത്, അല്ലേ? അവിടെ എന്താ അങ്ങനെ പ്രതിഷ്ഠിച്ചത്? ബാലൻ എന്നുള്ള പ്രായം ഏത് നമ്മൾ കാറ്റഗറിയാണോ പറയുന്നത് അതിനനുസരിച്ച് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. നമ്മൾ സാധാരണ ബാല്യം, അല്ലേ, കൗമാരം, യൗവനം, വാർദ്ധക്യം, ഇങ്ങനെ ഒരു 4 ദശയെ പറ്റി പറയുന്നുണ്ട്. ഇതിലാണെങ്കിൽ ബാല്യം എന്ന് പറയുന്നത് 16 വയസ്സ് വരെയാണ്. പിന്നീടാണ് ബാക്കിയുള്ളതെല്ലാം. ഇനി വേറൊരെണ്ണമുണ്ട് കുട്ടികളിൽ തന്നെ, ശൈശവം, ശിശു, അല്ലേ, 2 വയസ്സ് വരെ. പിന്നെ 2 വയസ്സ് തൊട്ട് 6 വയസ്സ് വരെ ബാലനായിട്ട് പറയും. പിന്നെ 6 വയസ്സ് തൊട്ട് 9 വയസ്സ് വരെ പൗഖണ്ഡം എന്ന് പറയും. 9 തൊട്ട് 16 വരെ കൗമാരം, പിന്നെയാണ് യൗവനമൊക്കെ പറയുന്നത്. അപ്പോൾ ഈ ബാലൻ എന്ന് പറഞ്ഞാൽ അർത്ഥം എല്ലായ്പ്പോഴും ഇളകിക്കൊണ്ടിരിക്കുന്നവെന്നാണ്. ആ പ്രായം എങ്ങനെയല്ലേ, അല്ലേ? ഊട്ടി നടന്ന് ഇങ്ങനെ ബഹളവും ഇതുമൊക്കെ ആയിട്ട് ആ ബാലൻ എന്നുള്ള ആ ഒരു അർത്ഥമാണ്. ഇപ്പോൾ കുമാരൻ എന്ന് പറഞ്ഞാലോ ആ ഒരു കാമൻ അല്ലെങ്കിൽ കാമദേവൻ ബാധിക്കാത്ത ഒരു പ്രായം. സനത് കുമാരനൊക്കെ ആണെങ്കിൽ 5 വയസ്സിന് മുമ്പ്. മറ്റേതാണെങ്കിലോ ആ കാമനൊക്കെ ബാധിക്കാൻ തുടങ്ങുന്ന പ്രായം, കുമാരൻ എന്നുള്ള അർത്ഥം. ഓരോന്നിനും ആ അർത്ഥം അനുസരിച്ചാണ് ഈ പേരുകളെല്ലാം കൊടുത്തിരിക്കുന്നത്. അപ്പം ഇവിടെ ശ്രീരാമൻ്റെ 16 വയസ്സ് വരെയുള്ള ഒരു കാലഘട്ടത്തെയാണ് സൂചിപ്പിക്കുന്നത്. കുറച്ചു കാലം മുമ്പ് മധ്യപ്രദേശിൽ, കഴിഞ്ഞ വർഷം ഇൻഡോറിൽ, ഓംകാരേശ്വറിൽ, അതായത് ശങ്കരാചാര്യർ വിദ്യാഭ്യാസം നടത്തിയ സ്ഥലത്ത് അദ്ദേഹത്തിന് 108 അടി ഉയരമുള്ള പ്രതിമ അനാച്ഛാദനം ചെയ്തു. അവിടെയും ശങ്കരാചാര്യരുടെ ബാലക പ്രതിഷ്ഠയാണ്. ബ്രഹ്മചാരിയുടെ 16 വയസ്സിനുള്ളിലുള്ള ഭാവം, അതായത് 12 വയസ്സൊക്കെ ഉള്ള ഒരു പ്രായമാണ്. കാരണം 8 വയസ്സിലാണ് ഇവിടുന്ന് പോകുന്നത്. പിന്നെ ഒരു 3 വർഷം, 8 വയസ്സ് അവിടെ നിന്ന് നടന്നൊക്കെ എത്തുമ്പോൾ കുറേ കാലം എടുക്കുമല്ലോ. ഇപ്പോൾ ഒരു 9 വയസ്സിലെത്തിയെന്ന് വിചാരിക്കുക. പിന്നെ 3 വർഷം വിദ്യാഭ്യാസം ചെയ്തു, ഒരു 12. അപ്പോൾ 12 വയസ്സുള്ള ആ ഒരു കാലഘട്ടമാണ് അവിടെയും കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ അയോധ്യയിൽ ഈ ബാലകരാമൻ എന്ന് പറയുന്നത് അയോധ്യയിൽ ആ ഭരിക്കുന്നതിന് തൊട്ടു മുമ്പുള്ള ആ ഒരു പ്രായത്തെ പ്രതിഷ്ഠയാണ് കാണിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ വീണ്ടും നമ്മളുടെ ആചാരങ്ങളിലേക്കും വേദങ്ങളിലേക്കും എല്ലാം തിരിച്ചു വന്നു കഴിഞ്ഞാൽ നമ്മൾ എത്രമാത്രം നമ്മളുടെ സനാതനധർമ്മത്തെ അല്ലെങ്കിൽ ഹൈന്ദവ ധർമ്മത്തെ, വൈദിക സംസ്കാരത്തെ കൂടെ കൊണ്ട് നടക്കുന്നുണ്ട് എന്നുള്ളത് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത് വളരെ ആവശ്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും ഈ വേദത്തിലുള്ളത് എന്താണ് എന്ന് നമുക്ക് പലപ്പോഴും അറിയില്ല. അപ്പോൾ എന്താ സംഭവിക്കുക? ഏത് സമയം അധർമ്മം കൊടികുത്തി വാഴുന്നോ അവിടെ ആരവതരിക്കും? ഭഗവാൻ അവതരിക്കും. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. എല്ലാ കാലഘട്ടത്തിലും ആചാര്യന്മാരുണ്ടായിരിക്കും. അത് ശങ്കരാചാര്യരാകട്ടെ, ഭഗവാൻ സത്യസായി ബാബയാകട്ടെ, അമൃതാനന്ദമയി അമ്മയാകട്ടെ. പക്ഷെ നമുക്കൊരു കൾച്ചറുണ്ട്, അത് ശ്രീരാമകൃഷ്ണ പരമഹംസരാകട്ടെ. ഇവരൊന്നും ജീവിച്ചിരിക്കുമ്പോൾ ഇവരെ ആദരിക്കാനോ ഒന്ന് നമസ്കരിക്കാനോ പോയി കാണാനോ പലർക്കും തോന്നാറില്ല. മനുഷ്യ ദൈവങ്ങൾ എന്ന് പറഞ്ഞ് നമ്മളവരെ പരിഹസിക്കും. ദൈവം പിന്നെ ഏത് രൂപത്തിലാണ്? ശ്രീകൃഷ്ണൻ മനുഷ്യനല്ലായിരുന്നു, അല്ലേ? ശ്രീരാമൻ മനുഷ്യനല്ലായിരുന്നു. പക്ഷേ ആ കാലഘട്ടത്തിലുണ്ട്. ശ്രീകൃഷ്ണൻ അവതാരം എടുത്തപ്പോൾ ഭഗവാനാണെന്ന് വിശ്വസിച്ചത് ആകെ കുറച്ച് ഗോപികമാരും ഈ പഞ്ചപാണ്ഡവരും ഒക്കെയാണ്. ഭഗവാന്റെ അവസ്ഥ നോക്കുമ്പോൾ അമൃതാനന്ദമയി അമ്മയുടെയും ഭഗവാൻ സത്യസായി ബാബയുടെയൊക്കെ അവസ്ഥ എത്ര ഭേദമാണ്, അല്ലേ? കയ്യിലെണ്ണാവുന്നവരേ ഉള്ളൂ. ദുര്യോധനാണെങ്കിൽ കാലിച്ചക്കനാണെന്ന് പറഞ്ഞ് എപ്പം നോക്കിയാലും കളിയാക്കലായിരുന്നു. അപ്പോൾ ഇവരെ മനസ്സിലാക്കണമെങ്കിൽ അവർ സമാധിയായി കഴിയുമ്പോൾ എല്ലാവർക്കും ഭക്തിയാണ്. കാരണം ഇരിക്കുമ്പോൾ അവരെന്തെങ്കിലും വിവാദം ഉണ്ടാക്കിയാലോ? പൂർവ്വജന്മ സുഹൃതമുണ്ടെങ്കിലേ ഇതുപോലുള്ള ആചാര്യന്മാരെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കൂ. അവർ അവതാരം എടുക്കുന്ന കാലഘട്ടത്തിൽ തന്നെ അവരെ തിരിച്ചറിയാനുള്ള ഭാഗ്യം. ഇതുപോലുള്ള ഒരു അവതാരമായിരുന്നു ശങ്കരാചാര്യർ. ശങ്കരാചാര്യരുടെ അവതാരത്തിന് മുമ്പ് കുറേ രംഗങ്ങൾ ഒരുങ്ങിയിട്ടുണ്ട്. ഈ ബുദ്ധമതം വളരെയധികം വ്യാപിച്ചിരുന്ന കാലഘട്ടത്തിൽ ആണ് കുമാരില ഭട്ടൻ്റെ ജനനം. ഈ കുമാരില ഭട്ടനൊക്കെ ഹൈന്ദവ അല്ലെങ്കിൽ നമ്മളുടെ വേദ സംസ്കാരത്തെ നിലനിർത്താനെടുത്ത ത്യാഗം ഓർത്താൽ നമ്മൾ അവരെയൊക്കെ എത്ര നമസ്കരിച്ചാലും സാധിക്കില്ല. ശരിക്കും പറഞ്ഞാൽ കുമാരില ഭട്ടൻ സുബ്രഹ്മണ്യ സ്വാമിയുടെ അവതാരമാണ് എന്നാണ് പറയപ്പെടുന്നത്. വേദത്തിലെ കർമ്മകാണ്ഡത്തിനെ വീണ്ടും വ്യാപിപ്പിക്കാൻ വേണ്ടി ജൈമിനി ദർശനത്തിനെ
വ്യാഖ്യാനിക്കാൻ വാർത്തികം എന്ന് വെച്ചാൽ ഭാഷ്യം, എക്സ്പ്ലനേഷൻ, അതിൻ്റെ വീണ്ടുമുള്ള വ്യാഖ്യാനമാണ്. അതൊക്കെ എഴുതാനായിട്ട് സുബ്രഹ്മണ്യ സ്വാമി അവതാരമെടുത്തതാണ് കുമാരില ഭട്ടനായിട്ട്. ജനിച്ച കാലഘട്ടത്തിൽ തന്നെ വളരെ പ്രശസ്തി നേടി, വളരെയധികം കവിതകളും ഒക്കെ ചൊല്ലാൻ തുടങ്ങി, കാവ്യങ്ങൾ ചൊല്ലാൻ തുടങ്ങി, വേദത്തിനെ പറ്റി വളരെയധികം അറിവുണ്ടായി. ആ കാലഘട്ടത്തിലാണ് അവിടെ സുധന്വാവ് എന്ന് പറയുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നത്. നേരെ ഈ രാജാവിൻ്റെ അടുക്കൽ പോയിട്ട് പറഞ്ഞു, അങ്ങ് വളരെ നന്മയുള്ളവനാണ്, പക്ഷേ അങ്ങയുടെ സംസർഗം ശരിയല്ല. ബുദ്ധമതക്കാരുമായിട്ടുള്ള സംസർഗം കൊണ്ട് അങ്ങയിൽ ചില ആശയങ്ങൾ തെറ്റായി ഭവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ രാജാവ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എനിക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരും. അങ്ങനെ വേദം ഉപദേശിച്ചു കൊടുത്തു. പക്ഷെ അപ്പോൾ രാജാവ് പറഞ്ഞു, വേദമൊക്കെ ഉപദേശിച്ചു കിട്ടി, പക്ഷെ ഒരു മലമുകളിൽ നിന്നും താഴെ വീഴുമ്പോൾ ഒരു പോറൽ പോലും ഏൽക്കാതെ എത്തുന്നവൻ ആരാണോ അവൻ്റെ അഭിപ്രായം മതമാണ് എൻ്റെ അഭിപ്രായം. ഈ കാലഘട്ടത്തിൽ ശങ്കര ദിഗ്വിജയത്തിൽ, ശങ്കരാചാര്യരുടെ ജീവചരിത്രത്തിൽ 70-ൽ പരം മതവിഭാഗങ്ങൾ ഉണ്ടായതായിട്ടാണ് പറയപ്പെടുന്നത്. ബുദ്ധൻ്റെ കാലഘട്ടത്തിൽ 70-ൽ പരം മതവിഭാഗങ്ങൾ. ഉടനെ ഇദ്ദേഹം എന്ത് ചെയ്തു? വേദം സത്യമാണ്, ഞാനതിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് എടുത്തു ചാടി പഞ്ഞി പോലെ താഴെ വീണു. അതോടുകൂടി ആ കുമാരില ഭട്ടൻ്റെ എല്ലാ വാക്കുകളും രാജാവ് അനുസരിച്ചു. ഇതും തർക്കത്തിൽ എല്ലാ ബുദ്ധ സന്യാസിമാരെയും തർക്കത്തിൽ ജയിച്ചു. ഇതെങ്ങനെയാണ് തർക്കത്തിൽ ജയിച്ചതെന്നറിയാമോ? ഒരാളെ തർക്കത്തിൽ ജയിക്കണമെങ്കിൽ, ഇപ്പോൾ ബുദ്ധമതത്തിലുള്ള സന്യാസിമാരെ തർക്കത്തിൽ ജയിക്കണമെങ്കിൽ ആദ്യം ബുദ്ധമതത്തിലെ ആശയങ്ങൾ പോയി പഠിക്കണ്ടേ. അതുകൊണ്ട് കള്ളത്തരത്തിൽ കള്ളം പറഞ്ഞ് ബുദ്ധമത സന്യാസിമാരുടെ അടുക്കൽ പോയിട്ടാണ് ഇത് മുഴുവൻ പഠിച്ചത്. പിന്നീട് താൻ ചെയ്ത തെറ്റിനുള്ള പരിഹാരമായിട്ടാണ് പിന്നെ അവസാനം ഉമിത്തീര് സ്വയം എരിയുന്നത്. അപ്പോൾ അവർക്കതൊന്നും വിഷയമല്ല. എന്താണ്? വേദത്തെ സംരക്ഷിക്കണം, സംരക്ഷിച്ചു കഴിഞ്ഞാൽ തൻ്റെ ശരീരം ആവശ്യമില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ചർച്ചകളിൽ അവരെ എല്ലാം തോൽപ്പിച്ചു. അതോടുകൂടി വേദമാകുന്ന മരത്തിൻ്റെ ശാഖകൾ പതുക്കെ തളിരിടാൻ തുടങ്ങി. ഈ സമയത്താണ് ഭഗവാൻ കുമാരനൊക്കെ വന്നിവിടെ എല്ലാം രംഗവേദി ഒരുക്കി. ചുരുക്കം പറഞ്ഞാൽ നമ്മൾ ആദ്യം പറയില്ലേ, ഇവിടെ എല്ലാം സെറ്റപ്പൊക്കെ ചെയ്തു വെച്ചു. അപ്പോഴാണ് മഹാദേവൻ്റെ ആ ശങ്കരനായിട്ടുള്ള അവതാരം. ഇവിടെ ഉള്ളൂർ എസ് പരമേശ്വരയ്യർ കേരള സാഹിത്യ ചരിത്രത്തിൽ പറയുന്നുണ്ട്, ശരിക്കും പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ മാമല അല്ലെങ്കിൽ പർവ്വതം എന്ന് പറയുന്ന അല്ലെങ്കിൽ അഭിമാനമായിട്ടുള്ളത് ഹിമവാനാണെങ്കിൽ പണ്ഡിതന്മാരിൽ ഏറ്റവും കേമൻ ശങ്കരനാണ്. ആ ശങ്കരൻ കേരളത്തിലാണല്ലോ തൻ്റെ അവതാരത്തിനായിട്ട്, കേരളമാണല്ലോ തെരഞ്ഞെടുത്തത് എന്ന് ആലോചിക്കുമ്പോൾ എൻ്റെ ശിരസ് അഭിമാനം കൊണ്ട് ഉയരുന്നു, കണ്ണുകളിൽ അശ്രുജലം വരുന്നു, അതുപോലെ തന്നെ ശരീരം കോൾമയിർ കൊള്ളുന്നു, അതുപോലെ ആത്മാഭിമാനമുണ്ടാകുന്നു. മാത്രമല്ല, നമ്മൾ കേരളീയരായതുകൊണ്ട് ആ ശങ്കരൻ്റെ കനിഷ്ഠ സഹോദരന്മാരാണ് അല്ലേ. അതുകൊണ്ട് നാം ധന്യരാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പം ഞാൻ ഈ ഓംകാരേശ്വരത്തുള്ള ആ ഒരു പ്രതിഷ്ഠയിൽ ക്ഷണമുണ്ടായിരുന്നു, അതിൽ പോകാൻ പറ്റി ഇൻഡോറിൽ. അവിടെ ചെല്ലുമ്പോൾ കേരളത്തിൽ നിന്നാണ് എന്ന് പറയുമ്പോൾ അവർക്ക് നമ്മളോടുള്ള ആ ഭാവമൊക്കെ കാണണം. മധ്യപ്രദേശ് കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ കലകൾ, അന്ന് ആ കുറേ ദിവസം നീണ്ടു നടക്കുന്ന പരിപാടികളായിരുന്നു. എല്ലാത്തിനും കേരളത്തിലുള്ളവർക്കാണ് പ്രാധാന്യം കൊടുത്തിരുന്നത്. അവിടെയുള്ള ആ ഓംകാരേശ്വരത്തൊക്കെ ജീവിക്കുന്ന ശങ്കരാചാര്യരുടെ പരമ്പരയിലും ജീവിക്കുന്നവരുടെ ആഗ്രഹം എന്നെങ്കിലും ശങ്കരാചാര്യരുടെ ജന്മദേശമായ കാലടിയിൽ വന്ന് ആ ഭൂമിയിൽ നിന്ന് ഒരു പിടി മണ്ണെടുത്ത് വീട്ടിൽ കൊണ്ടുവയ്ക്കണം. ഇതാണ് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം. പക്ഷെ നമ്മൾ എത്രമാത്രം ഇതിന് ശ്രമിക്കുന്നു. ആ കാലടി സർവകലാശാലയിലെ ആ ശങ്കരാചാര്യരുടെ പ്രതിമ നോക്കിയാൽ ഭഗവാനെ നമുക്ക് തന്നെ വിഷമം തോന്നും അല്ലേ. നേരെ മറിച്ച് ആ ശങ്കരാചാര്യർ വിദ്യാഭ്യാസം ചെയ്തെടുത്ത് ഭഗവാൻ ഇങ്ങനെ തല ഉയർത്തി നിൽക്കുകയാണ്. ആ ദക്ഷിണാമൂർത്തിയാണ്. അതായത് അതുകൊണ്ടാണ് മൗനത്തിൽ നിന്നും മൗനം വിട്ടിറങ്ങി മറയോതിയ മാമുനി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മൗനം വിട്ടിറങ്ങി എന്ന് പറഞ്ഞാൽ ആരാണ്? ഭഗവാന്റെ, മഹാദേവൻ്റെ അറിവിൻ്റെ നിറകുടം അല്ലെങ്കിൽ അറിവിൻ്റെ അവതാരം എന്ന് പറയുന്നത് എന്താണ്? ദക്ഷിണാമൂർത്തി. ശങ്കരാചാര്യരുടെ ദക്ഷിണാമൂർത്തി സ്തോത്രം എങ്ങനെയാണ് തുടങ്ങുന്നത്? മൗനവ്യാഖ്യ പ്രകടിത പരബ്രഹ്മ തത്വം യുവാനം വർഷിഷ്ടാന്തേ വസദൃശിഗണൈരാവൃതം ബ്രഹ്മനിഷ്ഠൈ, ഇങ്ങനെയാണ് തുടങ്ങുക. മൗനവ്യാഖ്യ. ദക്ഷിണാമൂർത്തിയുടെ രൂപം ശ്രദ്ധിച്ചിട്ടുണ്ടോ? വടവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ
വളരെ യൗവനയുക്തനായിട്ടുള്ള, ഒട്ടും പ്രായം തോന്നിക്കാത്ത ദക്ഷിണാമൂർത്തി ഗുരുദേവൻ, താഴെ കുറച്ച് പ്രായമുള്ള ശിഷ്യന്മാർ, സനകാദികൾ, സനത് കുമാരൻ, സനന്ദൻ, എല്ലാവരും ഇരിപ്പുണ്ട്. ആരും ഒന്നും സംസാരിക്കുന്നില്ല. പക്ഷേ ഗുരുവിൻ്റെ ശക്തിപാദം എന്ന് പറയാൻ വേണമെങ്കിൽ മൗനവ്യാഖ്യ, ഗുരു എന്താണോ തൻ്റെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് മൗനത്തിലൂടെ അതങ്ങോട്ട് എത്തുന്നു. ഗുരുവിനും സ്വീകരിക്കാനുള്ള ശിഷ്യന്മാർക്കും ഈ കഴിവുണ്ടെങ്കിൽ ഗുരു മനസ്സിൽ എന്ത് നനയ്ക്കുന്നോ അത് ശിഷ്യന്മാരിലേക്ക് എത്തും. ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് സംശയം തോന്നാം. പലതരത്തിലുള്ള ദീക്ഷയുണ്ട്. അതായത് നയനദീക്ഷ, സ്പർശദീക്ഷ, ഇങ്ങനെയൊക്കെ ഉണ്ട്. ഇതെങ്ങനെയാണ് ഈ ദീക്ഷകൾ? ദീക്ഷ എന്ന് പറഞ്ഞാൽ ഗുരു ശിഷ്യന് എന്തെങ്കിലും ഒരു മന്ത്ര ഉപദേശം കൊടുക്കുകയോ തൻ്റെ ശക്തിപാദം എന്നൊക്കെ പറയാം, ആ ശക്തി കൊടുക്കുന്നതാണ്. വിവേകാനന്ദ സ്വാമിജിക്ക് ശ്രീരാമകൃഷ്ണ പരമഹംസർ അവസാനമായപ്പോൾ ആ മൂർധാവിൽ സ്പർശിച്ച് തൻ്റെ സകല ശക്തിയും കൊടുത്തു. പിന്നെ അദ്ദേഹം പറഞ്ഞു, ഇനി എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല, എൻ്റെ കയ്യിൽ ഒന്നുമില്ല പറഞ്ഞു. ആ ഒരു സ്പർശത്തിലൂടെ അല്ലെങ്കിൽ ഒരു നോട്ടത്തിലൂടെ, സ്മരണത്തിലൂടെ. ദീക്ഷ പ്രധാനമായിട്ട് വേറെ ഉണ്ട്. ശ്രീവിദ്യാ സമ്പ്രദായത്തിൽ ശാംഭവി ദീക്ഷ, ഇങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ ഈ ദീക്ഷകളിൽ 2-3 ദീക്ഷ പറയാം. അതായത് സ്മരണദീക്ഷ, നയനദീക്ഷ, ഓരോ ദീക്ഷയായിട്ട് നോക്കാം. ഇപ്പം സ്പർശദീക്ഷ എന്ന് പറയുന്ന ഒരു ദീക്ഷയുണ്ട്. അതിലെന്താ ചെയ്യാന്ന് വെച്ചാൽ ഗുരുവും ശിഷ്യനും മുഖാമുഖം ഇരിക്കും. ഗുരു ശിഷ്യൻ്റെ ഏതെങ്കിലും ഒരു ശരീരഭാഗത്ത് സ്പർശിക്കും. അതോടുകൂടി ഗുരു മന്ത്രപൂരിതമായി അല്ലെങ്കിൽ മന്ത്രത്തോടുകൂടി, അതോടുകൂടി ഗുരുവിൻ്റെ ശക്തി അല്ലെങ്കിൽ ഗുരു എന്താണോ ആഗ്രഹിക്കുന്നത് അത് ശിഷ്യനിലേക്ക് സംക്രമിക്കപ്പെടും. ഇതിന് ശരിക്കും പറഞ്ഞാൽ ഉദാഹരണമായിട്ട് പറയുന്നത് കോഴിയാണ്. കോഴി സ്പർശത്തിലൂടെയാണ് അവിടെ മുട്ട വിരിയിക്കുന്നത്, അല്ലെങ്കിൽ ഒരു പുതിയ ജനനം ഉണ്ടാകുന്നത്, അറിവ് ഉണ്ടാകുന്നതെന്ന് വേണമെങ്കിൽ നോക്കാം. ഇനിയുള്ളതാണ് നയനദീക്ഷ. നയനദീക്ഷ ഗുരുവും ശിഷ്യനും മുഖാമുഖം ഇരിക്കും. ഗുരു ശിഷ്യൻ്റെ മുഖത്തേക്ക് നോക്കും. അതോടുകൂടി കണ്ണിലൂടെ ആ ശക്തിപാദം ഉണ്ടാകും. ഇതിന് ഉദാഹരണം പറയുന്നത് പൊതുവെ മത്സ്യദീക്ഷ എന്ന് പറയും. ഇതിന് വേറൊരു പേരാണ്. അതെന്താണെന്ന് വെച്ചാൽ ഈ മത്സ്യം മുട്ടയിടും. അത് ഈ വെള്ളത്തിൻ്റെ മുകളിൽ ഇങ്ങനെ പരന്ന് നടക്കും കുമിളകളായിട്ട്. കുറച്ചുകാലം കഴിയുമ്പോൾ ഇത് വിരിയാറാകുമ്പോൾ മത്സ്യം ആ മുട്ടകളെ വളരെ സ്നേഹത്തോടു കൂടി നോക്കുമത്രേ. അപ്പോഴാണ് ഇത് വിരിയുക. കാഞ്ചി ശങ്കരാചാര്യരായിരുന്ന മഹാപെരിവ എന്നറിയപ്പെടുന്ന ചന്ദ്രശേഖരേന്ദ്ര സരസ്വതി സ്വാമികളാണിത് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതാണ് നയനദീക്ഷ. അടുത്തതാണ് സ്മരണദീക്ഷ. ഗുരു ചിലപ്പോൾ കൈലാസത്തിലായിരിക്കും ഇരിക്കുക, ശിഷ്യൻ ചിലപ്പോൾ അമേരിക്കയിലായിരിക്കും ഇരിക്കുക. പക്ഷേ ഗുരു അവിടെ ഇരുന്ന് സ്മരിക്കുകയാണ്. തൻ്റെ ശിഷ്യനിലേക്ക് ഈ ഒരു ശക്തി എത്തണം, ഈ ഒരു അറിവെത്തണമെങ്കിൽ അത് എത്തിയിരിക്കും. ഇതിന് പറയുന്നത് കമത ദീക്ഷ എന്നാണ്. ആമ കരയിൽ വന്നിട്ട് കുഴിയുണ്ടാക്കി മുട്ടയിടും, എന്നിട്ട് അതെല്ലാം മൂടി വെച്ചിട്ട് സ്ഥലം വിടും. അങ്ങനെയല്ലേ? എന്നിട്ടോ കുറേ കാലം കഴിയുമ്പോൾ ആമ ചിന്തിക്കുമത്രേ എൻ്റെ കുഞ്ഞുങ്ങൾ വിരിയാറായി എന്ന്. അപ്പോഴാണത്രേ ഇത് വിരിയുന്നത്. ഏത് സയൻസാണ് ഇത് കണ്ടുപിടിച്ചിരിക്കുന്നത്? പക്ഷേ ആചാര്യന്മാരത് കൃത്യമായിട്ട് പറയുന്നു. ഇതാണ് കമത ദീക്ഷ, അതായത് സ്മരണ ദീക്ഷ. ഇങ്ങനെ ദീക്ഷ പലതരത്തിലുണ്ട്. അപ്പം അതുകൊണ്ടാണ് ദക്ഷിണാമൂർത്തിയുടെ മൗനവ്യാഖ്യ, മൗനത്തിലൂടെ വ്യാഖ്യാനം. അപ്പം അതെന്താണ്? ശരിക്കും പറഞ്ഞാൽ സ്മരണ ദീക്ഷയാണ്. എന്ത് ചിന്തിക്കുന്നോ അത് ശിഷ്യരിലേക്ക് എത്തും. അപ്പം ഇവിടെ പറഞ്ഞ എന്താണ്? മൗനം വിട്ടിറങ്ങി മാമുനി. മൗനം വിട്ടിറങ്ങിയ എന്ന് പറഞ്ഞാൽ ആരാണ്? ദക്ഷിണാമൂർത്തി. അദ്ദേഹം മൗനം വിട്ടിറങ്ങി മറയോതിയ മാമുനിയാണ് ശങ്കരാചാര്യർ. ഒന്ന് ആലോചിച്ച് നോക്കി. അതുപോലെ ഒരു ശ്ലോകമില്ലേ, അജ്ഞാനാന്തർഗഹന പതിതാന ആത്മവിദ്യോപദേശ. എന്തിനു വേണ്ടിയിട്ടാണ് ശങ്കരാചാര്യർ ജന്മം എടുത്തത്? അജ്ഞാനാന്തർഗഹന പതിതാന ആത്മവിദ്യോപദേശ. നമ്മൾ അജ്ഞാനത്തിൽ ഇങ്ങനെ കുഴിയിൽ മുങ്ങിക്കിടക്കുകയാണ്, നമുക്ക് ആത്മവിദ്യ ഉപദേശിച്ചു തരാൻ. എന്നിട്ട് ആരാണ് വന്നിരിക്കുന്നത്? മുക്ത്വാ മൗനം വടവിടപിനോർ. മുക്ത്വാ മൗനം എന്ന് പറഞ്ഞാൽ ആരാ? മൗനത്തിലിരുന്ന ആ ആചാര്യൻ. വടവിടപിനോർ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ആലിൻ ചുവട്ടിൽ. മൂലതോ നിഷ്പതന്തി, അതിൻ്റെ ചുവട്ടിൽ ഇരിക്കുന്ന ആ ഭഗവാൻ ശങ്കരാചാര്യരുടെ രൂപത്തിൽ. ആ ശങ്കരൻ മൂലതോ നിഷ്പതന്തി, ആ ഭഗവാൻ ശങ്കരാചാര്യ രൂപം, ശങ്കരാചാര്യരുടെ രൂപത്തിൽ അവതാരമെടുത്തു. കൃത്യമായിട്ട് പറയുന്നുണ്ട്. മാത്രമല്ല
ശങ്കരാചാര്യരുടെ ഏറ്റവും പ്രധാനപ്പെട്ട 4 ശിഷ്യന്മാരാണ് പത്മപാദാചാര്യർ, തോടകാചാര്യർ, ഹസ്താമലകൻ, സുരേശ്വരാചാര്യർ. മണ്ഡനമിശ്വരനാണ് സുരേശ്വരാചാര്യർ. ഇവരെല്ലാം പറയുന്നു ശങ്കരാചാര്യർ മഹാദേവൻ്റെ അവതാരമാണ്. രമണ മഹർഷി വിവേക ചൂടാമണിക്ക് തമിഴിൽ വ്യാഖ്യാനം എഴുതി. അതിൽ സാക്ഷാൽ പരമേശ്വരൻ എന്നാണ് ശങ്കരാചാര്യരെ പറ്റി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ സാഹചര്യമെല്ലാം ഒരുങ്ങിയപ്പോൾ ശങ്കരാചാര്യർ അവതാരമെടുത്തു. ഇനി ശങ്കരാചാര്യരുടെ കാലഘട്ടം എന്താണ്? കേരളീയരായിട്ടുള്ള നമ്മൾ ഇതറിയണം. അതുകൊണ്ടാണിത് പറയുന്നത്. ശങ്കരാചാര്യരുടെ കാലഘട്ടം 2 തരത്തിലാണ് പറയുന്നത്. ഏറ്റവും കൂടുതൽ ആളുകൾ പറയുന്നത് നമ്മൾ പുസ്തകത്തിൽ പഠിക്കുന്നതും ക്രിസ്തുവിന് ശേഷം 8-ാം നൂറ്റാണ്ട്. എന്നാൽ നമ്മളുടെ സന്യാസി മാർഗദർശക് മണ്ഡലിൻ്റെ അധ്യക്ഷൻ ചിദാനന്ദപുരി സ്വാമിജികളെ പോലുള്ള എല്ലാവരും പറയുന്നത് ബുദ്ധൻ്റെ അവതാരത്തിന് 1 നൂറ്റാണ്ടിന് ശേഷം, അതായത് ക്രിസ്തുവിന് മുൻപ്. കൂടുതൽ ആളുകളും പല ആചാര്യന്മാരും ഇത് അംഗീകരിച്ചിട്ടുമുണ്ട്. കാരണം ശ്രീശങ്കരൻ ഒരിക്കലും ക്രിസ്തു മതത്തിനെയോ ഇസ്ലാം മതത്തിനെയോ പറ്റി പരാമർശിച്ചിട്ടില്ല. എന്നാൽ ബുദ്ധമതത്തിനെ പറ്റി പരാമർശമുണ്ട്. അന്ന് ഇത് ഉണ്ടായിരുന്നുവെങ്കിൽ അതിനെപ്പറ്റി എന്തെങ്കിലും ഒന്ന് പരാമർശിച്ചേനെ, ഒന്നും മോശമാണെന്നല്ല. അതുകൊണ്ട് ബുദ്ധന് ശേഷം 1 നൂറ്റാണ്ട് ആയപ്പോഴായിരിക്കാം ശ്രീ ശങ്കരാചാര്യ ജനനം. പക്ഷേ ശങ്കരാചാര്യരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശിഷ്യന്മാരാരും ശങ്കരാചാര്യരുടെ ജീവചരിത്രം എഴുതിയിട്ടില്ല. പിന്നീട് വന്ന ശിഷ്യ പരമ്പരയിൽപ്പെട്ടവരാണ് ഇതെല്ലാം എഴുതിയിരിക്കുന്നത്. ഈ ശങ്കരാചാര്യർ ക്ഷേത്രത്തിലെ ഉപാസനാ രീതികളെപ്പറ്റി, സാത്വിക, താമസിക, രാജസിക ഉപാസനകളെപ്പറ്റി പൂജാ സംവിധാനം വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പം ക്ഷേത്രം എന്ന് പറയുന്നത് വളരെ പൗരാണികമായിട്ടുള്ള കാലഘട്ടം തൊട്ടേ ഉള്ളതാണ്. കൃഷ്ണൻ രുക്മിണി തൊഴാൻ പോയപ്പോൾ ക്ഷേത്രത്തിൽ നിന്നാണ് പിടിച്ചുകൊണ്ട് പോയത്, അല്ലേ? അപ്പോൾ അന്ന് തൊട്ടേ വാൽമീകി രാമായണത്തിലും എല്ലാം ക്ഷേത്രം പറയുന്നുണ്ട്. നമ്മുടെ വൈദിക സംസ്കാരത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ക്ഷേത്രം. പക്ഷെ അപ്പം നമുക്കൊരു സംശയം തോന്നാം, എന്തിനാണ് ഈ തൊട്ടടുത്ത് ക്ഷേത്രമൊക്കെ ഉണ്ടപ്പോൾ വലിയ കാശൊക്കെ മുടക്കി നമ്മൾ ഈ ദൂരെയുള്ള ക്ഷേത്രങ്ങളിലേക്കൊക്കെ പോകുന്നത്? സ്വാഭാവികമായിട്ട് നമുക്ക് തോന്നില്ലേ, അല്ലേ? നാലാങ്കൽ കൃഷ്ണപിള്ളയോട് ഒരിക്കലൊരു ക്രിസ്ത്യാനിയായിട്ടുള്ള ഒരാൾ, നാലാങ്കൽ കൃഷ്ണപിള്ള എഴുതുന്നതൊക്കെ വളരെ ശ്രദ്ധിച്ച് വായിക്കുന്നയാളാണ്. അപ്പം അദ്ദേഹം ഈ ഒരു ചോദ്യം ചോദിച്ചു. അപ്പം നാലാങ്കൽ കൃഷ്ണപിള്ള വിചാരിച്ചു, ശരിയാണല്ലോ പറഞ്ഞത്, എന്തിനാണ് ഈ കാശില്ലാത്തപ്പോൾ ഇതൊക്കെ മുടക്കി ഇത്രയും ദൂരെയുള്ള തീർത്ഥസ്ഥലങ്ങളിലൊക്കെ പോകുന്നത്? അപ്പം അദ്ദേഹം നോക്കിയപ്പോൾ ഇതിന് ഉത്തരം പറയാൻ പറ്റുന്ന ഏറ്റവും പറ്റിയ ആൾ ആഗമാനന്ദ സ്വാമിജിയാണ്. അന്നത്തെ കാലത്ത് ജീവിച്ചിരിക്കുന്നതിൽ വെച്ച് അറിവിൻ്റെ നിറകുടം. ഈ ആഗമാനന്ദ സ്വാമിജിയെ പറ്റി പറഞ്ഞാൽ കേരളത്തിൻ്റെ വിവേകാനന്ദൻ എന്നാണ് പറയുന്നത്. ക്ഷേത്രങ്ങളിൽ ഇതുപോലെയുള്ള ആധ്യാത്മിക പ്രഭാഷണം തുടങ്ങാനായിട്ട് ആദ്യം മുൻകൈ എടുത്തത് ആഗമാനന്ദ സ്വാമിജിയാണ്. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശാനുസരണമാണ് കേരളത്തിൽ ക്ഷേത്രങ്ങളിൽ ആധ്യാത്മിക പ്രഭാഷണം തുടങ്ങിയത്. മാത്രമല്ല കേരളത്തിലെ കാലടി, ശങ്കരാചാര്യരുടെ ജന്മസ്ഥലം, ശങ്കരാചാര്യരുടെ ജന്മസ്ഥലം എന്നുള്ള രീതിയിൽ പരിപാവനമായി കാണേണ്ടതിനെക്കുറിച്ചും ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടതിന് വേണ്ടിയിട്ട് ധാരാളം പ്രവർത്തിച്ച ഒരാളാണ് ആഗമാനന്ദ സ്വാമിജി. എന്തിനാണ് ഇത്ര വിശദമായിട്ട് പറയുന്നതെന്ന് വെച്ചാൽ ഇതുപോലുള്ള മഹാന്മാരെയൊക്കെ നമ്മൾ സ്മരിക്കണം, വന്ന വഴി മറക്കരുതല്ലോ. അതുകൊണ്ട് അപ്പോൾ ഈ ആഗമാനന്ദ സ്വാമിജിയോട് പോയി ചോദിച്ചു, എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ദൂരെയുള്ള ക്ഷേത്രങ്ങളിൽ പോകുന്നത്? അപ്പം അദ്ദേഹം പറഞ്ഞു, ക്ഷേത്രത്തിന് 2 തരത്തിലുള്ള പ്രത്യേകതകളുണ്ട്. ചില സ്ഥലങ്ങൾക്കാണ് ക്ഷേത്രത്തിനേക്കാളും ആദ്യം പ്രശസ്തി. അതിനൊരു ഉദാഹരണം, 1-2 ഉദാഹരണം പറഞ്ഞാൽ കാശി ക്ഷേത്രം വരുന്നതിന് മുമ്പേ കാശി എന്ന് പറയുന്ന ഭൂമിക്കായിരുന്നു പ്രത്യേകത. ബദരിയിലാണല്ലോ എല്ലാവരും തപസ് ചെയ്യുന്നത്, വ്യാസനുമൊക്കെ. ബദരിയിൽ, അതുപോലെ തന്നെ രാമേശ്വരം, ശബരിമല, ഇതൊക്കെ സ്ഥലത്തിനായിരുന്നു പ്രാധാന്യം. അവിടെ പിന്നീടാണ് ക്ഷേത്രങ്ങൾ വന്നത്. എന്നാൽ ക്ഷേത്രം വന്നതുകൊണ്ട് സ്ഥലത്തിന് പ്രാധാന്യം വന്ന സ്ഥലങ്ങളുണ്ട്. ഗുരുവായൂർ, അല്ലേ, വൈക്കം, ഇതുപോലെയുള്ള സ്ഥാനങ്ങളുണ്ട്. ഇവിടെയുള്ള ദേവതമാർക്കും പ്രത്യേകതയുണ്ട്. ഓരോ ദേവനും ഓരോ ഭാവത്തിലാണ്. ഇപ്പോൾ വൈക്കത്തെ ഭഗവാനെ നമ്മൾ എന്താ പറയുന്നത്, അല്ലേ? ഭഗവാൻ എന്താ? അന്നദാനപ്രിയനാണ്, അല്ലേ? അപ്പോൾ ആ ഭഗവാനെ ആ രൂപത്തിലാണ് കാണുന്നത്. ഏറ്റുമാനൂരെ ഭഗവാൻ അഘോരമൂർത്തിയാണെന്നാണ് പറയുക. എല്ലാവരും പേടിക്കുക, അഘോരം എന്നാണ്. അത്ര ഘോരമൊന്നുമില്ല, പാവുക ശരിക്കും. ഞങ്ങൾ അവിടെ നിന്നല്ലേ വരണത്. അപ്പോൾ ക്ഷിപ്രപ്രസാദിയാണ്. അതുപോലെ തന്നെ ദേവിമാരിൽ പല ഭാവമുണ്ട്, സത്വഗുണം, രജോ ഗുണമൊക്കെ. നമ്മളെന്താ മനുഷ്യരായതുകൊണ്ട് പോയിട്ട് ഭഗവാനെ കീർത്തിച്ചിട്ടാണോ വരിക?
നമ്മൾ നമ്മുടെ ചില കാര്യങ്ങളൊക്കെ ചോദിക്കും അല്ലേ. അപ്പം എന്താണ്, ഓരോ കാര്യത്തിനും അതാത് ചിലപ്പോൾ ദേവന്മാരെയൊക്കെ നമ്മൾ പോയി കാണും അല്ലേ. ഇപ്പോൾ രോഗത്തിനാണെങ്കിൽ ധാരാളം അങ്ങനെയില്ലേ, മോഷണം പോയ സാധനം തിരിച്ചു കിട്ടാൻ, കാണാതെ പോയ സാധനം കിട്ടാൻ ഇന്ന ഭഗവാന്റെ അടുക്കൽ, കോടതിയിൽ ജയിക്കണമെങ്കിൽ ഇന്ന ഭഗവാന്റെ അടുക്കൽ, ഇങ്ങനെയൊക്കെ ഇല്ലേ. അതിലൊന്നും തെറ്റില്ല, കാരണം അമ്പലത്തിൽ പോകാതിരിക്കുന്നതിലും എത്രയോ ഭേദമാണ്. പതുക്കെ പതുക്കെ അതിൽ നിന്ന് കയറിക്കോളും. അപ്പം അതുകൊണ്ട് ഏതൊക്കെ ഭാവത്തിലാണോ ഓരോരോ ദേവന്മാർ, അവരെ നമ്മൾ സഗുണ ഉപാസന, നമുക്ക് നിർഗുണ ഉപാസനയൊന്നും ആയിട്ടില്ല. അപ്പോൾ ആ ഭഗവാനെ കണ്ട് ഭഗവാനോട് നമ്മൾ ആദ്യം നമ്മുടെ കാര്യമൊക്കെ ചോദിക്കും. പിന്നെ നമ്മൾ ഭഗവാനെ ഒരു സുഹൃത്തായിട്ടൊക്കെ കണ്ട് അങ്ങനെ നമ്മൾ പതുക്കെ പതുക്കെ ഈ ഭക്തിയിൽ അങ്ങ് മുന്നേറും. അപ്പം അതുകൊണ്ട് തന്നെ നാലാങ്കലിനോട് ആഗമാനന്ദ സ്വാമിജി പറഞ്ഞു, അതുകൊണ്ട് കുറച്ച് ദൂരെയുള്ള ക്ഷേത്രങ്ങളിലൊന്നും പോയി ദർശനം ചെയ്യുന്നതിന് യാതൊരു തെറ്റുമില്ല. പൊതുവേ പറയും തീർത്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ പുണ്യസ്ഥലങ്ങൾ 2 തരത്തിലാണുള്ളത്. ചരതീർത്ഥം, അചരതീർത്ഥം. ചരതീർത്ഥം എന്ന് പറഞ്ഞാൽ എന്താ, അനങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഋഷീശ്വരന്മാർ, സന്യാസി വര്യന്മാർ. ക്ഷേത്രത്തിലെ ഭാരവാഹികൾ ശ്രദ്ധിക്കണം, ഇതുപോലെയുള്ള സന്യാസി വര്യന്മാർ ചിദാനന്ദപുരി സ്വാമിജിയെ പോലെയും അച്യുത ഭാരതി ശങ്കരാചാര്യരെ പോലെയുള്ളവരൊക്കെ ഈ ഏരിയയിലൊക്കെ വരുമ്പോൾ നിർബന്ധമായും ക്ഷേത്രത്തിൽ കൊണ്ടുവരണം. അവരുടെ പാദം ഈ ക്ഷേത്രത്തിൽ പതിയണം. അപ്പം അത് വളരെയധികം പ്രാധാന്യം. ഇങ്ങനെയുള്ള പുണ്യാത്മാക്കളെ ധാരാളം നമ്മൾ, അതുകൊണ്ടാണ് പണ്ട് കാലത്ത് ഗൃഹത്തിലേക്കൊക്കെ ഇവരെയൊക്കെ കൂട്ടിക്കൊണ്ടുവന്നത്. ഇവരെ പറയുന്ന പേര് ചരതീർത്ഥം. നമുക്ക് അങ്ങോട്ട് പോകാൻ സാധിക്കില്ല പല തീർത്ഥങ്ങളിലും. മഹാത്മാക്കൾ ഇങ്ങോട്ട് വന്ന് അവർ നമുക്ക് പല പുണ്യവും തരുന്നു. അവരെ നമസ്കരിക്കുമ്പോൾ, അവർ കൈവച്ച് അനുഗ്രഹിക്കുമ്പോൾ ആ തപശക്തിയിൽ ചൈതന്യം നമ്മളിലേക്ക് വരുന്നു. അചരതീർത്ഥമുണ്ട്, അനങ്ങാത്തവ, അതാണ് ക്ഷേത്രങ്ങൾ. ക്ഷേത്രങ്ങൾ ഒരിടത്ത് തന്നെയല്ലേ ഇരിക്കുക, ഈ അചര തീർത്ഥങ്ങൾ. അപ്പോൾ അത് ക്ഷേത്രത്തിലേക്ക് നമ്മൾ എന്ത് വേണം, ഇവിടം വരെ വരണം. കാശിക്ക് പോകണമെങ്കിൽ എന്ത് ചെയ്യണം, കാശി വരെ പോകണം. പക്ഷെ ഇങ്ങനെയൊന്നും അല്ലെങ്കിലും നമുക്ക് പ്രാർത്ഥിക്കാം. ഹരിനാമ കീർത്തനത്തിൽ എന്താ പറയുന്നത്, ഊരിനു വേണ്ട നിജഭാരങ്ങൾ വേണ്ടതിനു, നീരിനു വേണ്ട നിജധാരങ്ങൾ വേണ്ടതിനു, അല്ലേ. നാരായണാച്യുത ഹരേ എന്നതിനൊരുവർ നാവൊന്ന വേണ്ടു ഹരിനാരായണായ നമ. ഇതിലെന്താ പറയുക, ഊരിന് വേണ്ട, ഇന്ന ദേശത്ത് പോകണമെന്നോ ഒന്നുമില്ല. പിന്നെ നിജഭാരങ്ങൾ, ഭഗവാനെ പ്രാർത്ഥിക്കാൻ ഹോമം ഉണ്ടോ, അല്ലേ, എന്തൊക്കെ സാധനം, വീട്ടിലൊരു പൂജ ചെയ്യണമെങ്കിൽ എന്തൊക്കെ ഉണ്ടാക്കണം എൻ്റെ ഭഗവാനെ, ഗണപതി ഹോമം ചെയ്യണമെങ്കിലോ ഒരു ഭാരവും വേണ്ട. നിജഭാരങ്ങൾ വേണ്ടതിന്, നീരിന് വേണ്ട, കുളിക്കണ്ട, ആ ഭഗവാൻ അഭിഷേകത്തിന് ജലം ഒന്നും കണ്ടുപിടിക്കണ്ട. ധാരങ്ങൾ വേണ്ട, ചില യാഗവും ഹോമവും ചില ചടങ്ങുകളൊക്കെ ചെയ്യണമെങ്കിൽ ധർമ്മഭക്തി കൂടെ വേണം, അല്ലേ. ഭഗവാനെ പ്രാർത്ഥിക്കണമെന്ന് വിചാരിക്കുമ്പോൾ ഭാര്യ എവിടെയാന്ന് പോയി തപ്പിയെടുത്തോണ്ട് വരണ്ടേ, ഇതൊന്നും വേണ്ട. നാരായണാച്യുത ഹരേ എന്നതിനൊരുവർ, ഭഗവാനെ പറ്റി പ്രാർത്ഥിക്കാൻ എന്ത് വേണം, നാവ് മാത്രം മതിയെന്ന് പറഞ്ഞിരിക്കുകയാണ്. എത്ര മനോഹരമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഹരിനാമ കീർത്തനം പറയുന്നുണ്ട് നാരായണ എന്ന് പറയാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ കലികാലത്തിൽ ചൊല്ലേണ്ട മന്ത്രം ഏതാണെന്ന് ചോദിച്ചാൽ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഈ മന്ത്രമാണ് ചൊല്ലേണ്ടത് പറയും. കലിസന്ധരണ ഉപനിഷത്തിൽ ബ്രഹ്മാവ് നാരദന് ഉപദേശിച്ചു കൊടുക്കുന്നതാണ് കലികാലത്തിൽ ഏത് മന്ത്രം ചൊല്ലണം എന്ന് ചോദിക്കുമ്പോൾ. 16 മന്ത്രങ്ങളാണ്, 16 നാമാണ്. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഈ 16 നാമങ്ങൾ 16 ഗുണങ്ങളെയാണ് സൂചിപ്പിക്കുക. ആ 16 ഗുണങ്ങൾ നമ്മളിലേക്കുണ്ടാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അർത്ഥം മനസ്സിലാക്കി ചൊല്ലുമ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസമുണ്ടല്ലോ. എന്താണെങ്കിലും ആ ഷോഡശമായിട്ടുള്ള ഈ മന്ത്രം ചൊല്ലാനായിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുകയാണ് കലികാലത്തിൽ. പക്ഷേ ഈ ഷോഡശ മന്ത്രത്തിന് വളരെയധികം പ്രത്യേകതയുണ്ട്. അപ്പം അതിലേക്ക് കടക്കും മുമ്പ് ഈ ഷോഡശ മന്ത്രം ഒരാൾക്ക് ഒരിക്കലും ഉപദേശിച്ചു കൊടുത്തു. അതൊന്ന് പറയാം. സാധാരണ നമ്മൾ ശ്രീരാമൻ്റെ ഏറ്റവും വലിയ ഭക്തനായിട്ട് ആരെ പറ്റിയാണ് പറയാറ്? ഹനുമാൻ സ്വാമിയെ പറ്റിയല്ലേ. അതുകൊണ്ട് ഞാനൊന്ന് മാറ്റിപ്പിടിക്കാൻ പോവാം. അതായത് ഹനുമാൻ സ്വാമിയെ പറ്റി നമ്മൾ നിറയെ കേട്ടു. പക്ഷെ പറയും ഭക്തന്മാരെ ശരിക്കും നമ്മൾ അനുസ്മരിക്കണം. ഭഗവാന്റെ ഏറ്റവും വലിയ ഭക്തന്മാരിൽ ഒരാളായിരുന്നു ത്യാഗരാജസ്വാമികൾ. ത്യാഗരാജ എന്നുള്ള പേര് തന്നെ എന്താണ്? ത്യാഗത്തിലെ രാജാവ്, അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകതകൾ നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കണം. അദ്ദേഹത്തിൻ്റെ ആ ഭക്തി എന്നുള്ള ഭാവം എത്രമാത്രമായിരുന്നു. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേര് രാമബ്രഹ്മൻ എന്നായിരുന്നു. അദ്ദേഹം വളരെ വലിയൊരു പണ്ഡിതനായിരുന്നു.
അതുപോലെ തന്നെ ഈ പ്രഭാഷണങ്ങൾ, പ്രവചനങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. രാമനവമി, ഇപ്പം ഇന്ന് രാമനവമിയല്ലേ, വളരെ കെങ്കേമമായിട്ട് ആഘോഷിച്ചു കൊണ്ടിരുന്ന ഒരാളാണ്. അപ്പം ഇദ്ദേഹത്തിൻ്റെ ഈ പ്രവൃത്തിയിലൊക്കെ സന്തുഷ്ടനായിട്ടുള്ള രാജാവ് തിരുവാരൂരിൽ ഇദ്ദേഹത്തിന് കുറച്ച് സ്ഥലം നൽകി. ഇന്നും നമ്മൾ തമിഴ്നാട്ടിൽ തിരുവാരൂരിൽ പോയി കഴിഞ്ഞാൽ ത്യാഗരാജസ്വാമികൾ ജീവിച്ച ഗ്രഹം കാണാം. മുത്തുസ്വാമി ദീക്ഷിതരും എല്ലാവരും അവിടെ തന്നെയാണ്. സംഗീതത്രയങ്ങൾ അവിടെ തന്നെയാണ്, 3 പേരുടെയും ജന്മസ്ഥലം. പക്ഷെ ത്യാഗരാജസ്വാമികളുടെ എനിക്ക് പോകാൻ സാധിച്ചിട്ടുണ്ട് അവിടെ. തിരുവാരൂരിലെ രഥമാണ് രഥോത്സവത്തിലെ ഏറ്റവും വലിയ രഥവും. ഞാൻ പോയപ്പോൾ രഥ ഉത്സവം കഴിഞ്ഞു, പക്ഷെ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു രഥം, അതുകൊണ്ട് കാണാൻ പറ്റി. പക്ഷേ ഇവിടെ ആ ത്യാഗരാജസ്വാമികളുടെ ഗ്രഹമൊക്കെ കാണാൻ സാധിക്കും. അച്ഛൻ അങ്ങോട്ട് താമസം മാറ്റി. 3 മക്കളാണ് ഉണ്ടായിരുന്നത്. അതിലേറ്റവും ഭക്തനായിട്ടുള്ളത്, വളരെ കുട്ടിക്കാലത്ത് തന്നെ ആ ഭഗവാനോട് വളരെയധികം പ്രേമം ഉണ്ടായിരുന്നു. അച്ഛൻ എന്ത് ചെയ്തു, വാൽമീകി രാമായണം, പോതനയുടെ രാമായണം ഇതെല്ലാം ഈ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുമായിരുന്നു. അങ്ങനെ വളരെ ചെറുപ്പത്തിൽ തന്നെ ഭഗവാനെക്കുറിച്ചുള്ള ആ ഒരു ചിന്ത ഇതിലുണ്ടായിരുന്നു. ഉപനയനം കഴിഞ്ഞപ്പോൾ അച്ഛൻ എന്ത് ചെയ്തു, ഈ ഷോഡശ രാമമന്ത്രം ഉപദേശിച്ചു കൊടുത്തു. എന്നിട്ട് ഇത് നിരന്തരമായിട്ടങ്ങ് ജപിക്കാൻ പറഞ്ഞു. ഇത് നിരന്തരമായിട്ട് ജപിക്കാൻ തുടങ്ങി. 96 കോടി ജപിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കി, 96 കോടി. അത്രയും ജപിച്ചാൽ ഭഗവാൻ പ്രത്യക്ഷപ്പെടുമല്ലേ. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് ഒരു താപസൻ വീട്ടിൽ വരുന്നത്. അപ്പോൾ വളരെ സന്തോഷമായി. അപ്പോൾ പറഞ്ഞു, നീ എന്തെങ്കിലും ഒരു കീർത്തനം എന്തെങ്കിലും ഒന്ന് പാടൂ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അങ്ങനെയാണ് ഒരു കണ്ടീഷൻ ഉണ്ട്, അങ്ങനെ ഞങ്ങളുടെ കൂടെ ഇവിടെ ഇരുന്ന് ആഹാരം കഴിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ്, ചെറിയ രീതിയിൽ എന്തോ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു. അപ്പോൾ ഈ വന്ന മുനി പറഞ്ഞു, ഈ പുസ്തകം ഒന്ന് പിടിച്ചോളൂ, ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞിട്ട് ഒന്ന് പുറത്തേക്ക് പോയി. പിന്നെ അദ്ദേഹത്തെ കണ്ടിട്ടില്ല. അന്ന് രാത്രി അദ്ദേഹം സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു, ഈ പുസ്തകം പൂർണ്ണമായിട്ടും ഹൃദിസ്ഥമാക്കുക. നാരദ മുനിയായിരുന്നു വന്നത്. സംഗീതത്തിൻ്റെ കുലപതിയല്ലേ അല്ലേ. സംഗീതത്തെപ്പറ്റി എത്ര ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുള്ളതാണ്. സ്വരാർണവം എന്നാണ് ആ ഗ്രന്ഥത്തിൻ്റെ പേര്. ഇത് പൂർണ്ണമായിട്ട് നീ ഹൃദിസ്ഥമാക്കുക, അതോടുകൂടി ഭഗവത് കൃതികൾ നിന്നിൽ നിന്നും ഉത്ഭവിക്കാൻ തുടങ്ങുമെന്ന് പറഞ്ഞു. അങ്ങനെ 13-ാം വയസ്സിലാണ് ആദ്യത്തെ കൃതി ത്യാഗരാജസ്വാമികൾ രചിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, 13-ാമത്തെ വയസ്സിൽ ഏകദേശം 20,000-ഓളം കൃതികളുണ്ടെന്നാണ് പറയുന്നത്. ഇന്നും എല്ലാം ഒന്നും നമുക്ക് ലഭ്യമല്ല. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഈ കൃതികളുടെ 20,000 കൃതി എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും ഉടനെ അദ്ദേഹം അതൊരു കൃതിയാക്കും. എന്ത് സംഭവിച്ചാലും. അവസാന കാലത്ത് ഇദ്ദേഹത്തിൻ്റെ പ്രശസ്തിയൊക്കെ കണ്ടിട്ട് രാജാവ് ഒരിക്കലും വളരെയധികം ധനങ്ങളൊക്കെ കൊടുത്തു വിട്ടു. അപ്പോൾ അദ്ദേഹത്തിന് വിരക്തിയൊക്കെ വന്നിരിക്കുന്ന സമയമാണ്. അപ്പോൾ അദ്ദേഹം നിരസിച്ചു. നിരസിച്ചിട്ടാണ് അദ്ദേഹം എഴുതിയത് നിധിജാല സുഖമ. ഈ നിധി കൊണ്ട് മനസ്സിന് എന്തെങ്കിലും സുഖം കിട്ടുമോ എന്നുള്ള വളരെ പ്രശസ്തമായിട്ടുള്ള കൃതി രചിച്ചത്. പക്ഷേ രാജാവിന് ഇഷ്ടപ്പെട്ടില്ല. രാജാവിന് കോപം വന്നപ്പോഴേക്കും വയറുവേദന വരാൻ തുടങ്ങി. പിന്നീട് ത്യാഗരാജസ്വാമികൾ തന്നെ കൊടുത്തുവിട്ട ശ്രീരാമൻ്റെ തീർത്ഥം സേവിച്ചപ്പോഴാണ് അദ്ദേഹത്തിന് ഈ വേദന മാറിയത് എന്ന് പറഞ്ഞു. ജീവിതത്തിൽ അദ്ദേഹം ധാരാളം സംഘർഷങ്ങൾ അനുഭവിച്ചു. തൻ്റെ സ്വന്തം സഹോദരന് ത്യാഗരാജൻ്റെ രാമഭക്തി ഇഷ്ടമല്ലായിരുന്നു. അദ്ദേഹത്തിന് ഒരു ശ്രീരാമൻ്റെ വിഗ്രഹമുണ്ടായിരുന്നു ത്യാഗരാജസ്വാമിക്ക്. ഒരു ദിവസം ഈ സഹോദരൻ അതെടുത്ത് ആറ്റിലെറിഞ്ഞു. വളരെയധികം വിഷമായി. കരഞ്ഞ് രാത്രി വെളുപ്പിക്കുന്ന പോലെ, അല്ലെങ്കിൽ വെളുപ്പിനാകുന്നത് പോലെ അന്ന് ഭഗവാൻ സ്വപ്നത്തിൽ വന്ന് കൃത്യം വിഗ്രഹം കിടക്കുന്ന സ്ഥലം കാണിച്ചു കൊടുത്തു. അതും ശ്ലോകമാണ്, എല്ലാം കൃതികളാണ്, എല്ലാം ജീവിതത്തിൽ കീർത്തനങ്ങളാണ്. നമ്മൾ ത്യാഗരാജസ്വാമികളുടെ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് പഞ്ചരത്ന കൃതികളാണ് അല്ലേ. അപ്പോൾ അതിൽ ശരിക്കും പറഞ്ഞാൽ ആദ്യം രചിച്ചത് സാധ്യംചനെ എന്നുള്ള കൃതിയാണ്. പക്ഷേ നമ്മൾ പാടുന്നത് ആദ്യം ജഗദാനന്ദ കാരക എന്നുള്ളതാണ്. ഈ സാധ്യംചനെ എന്നുള്ളത് മഹാവിഷ്ണുവിൻ്റെ കൃഷ്ണ അവതാരത്തെ സ്തുതിച്ചുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കരുത് ശ്രീരാമനെ പറ്റി മാത്രമാണ് രചിച്ചതെന്ന്. തിരുപ്പതിയിൽ പോയി നിന്നിട്ട് പാടിയിട്ടുണ്ട്, എൻ്റെ മനസ്സിൻ്റെ ആ ജ്ഞാനത്തെ മറയ്ക്കുന്ന മറയൊക്കെ ഒന്ന് മാറ്റൂ എന്ന് പറഞ്ഞ് തിരുപ്പതിയിൽ പോയിട്ടുണ്ട്. അവർക്കതൊന്നും വ്യത്യാസമില്ല. ഈ ജഗദാനന്ദ കാരക എന്ന് പറയുന്ന ഒരു കൃതിയുണ്ട്. ഈ കൃതിക്ക് ചില പ്രത്യേകതകളുണ്ട്. ശരിക്കും പറഞ്ഞാൽ ശ്രീരാമൻ്റെ അഷ്ടോത്തര ശതനാമാവലിയാണ്. അഷ്ടോത്തര ശതനാമാവലി എന്ന് പറഞ്ഞാൽ ഓം കൂട്ടി നമഃ കൂട്ടി നമ്മൾ 108 അർച്ചന ചെയ്യില്ലേ, അതുപോലെ ഈ ജഗദാനന്ദ കാരക എന്നുള്ള കീർത്തനത്തിൽ ഈ ശ്രീരാമൻ്റെ 108 നാമങ്ങളാണ്. അത് മുഴുവൻ
അപ്പോൾ എന്തിനാ നമ്മൾ ഇങ്ങനെ നാമങ്ങൾ ചൊല്ലുക? അപ്പോൾ അടുത്തത് 108 നാമം എന്തിനാ? ഒരു നാമം ചൊല്ലിയാൽ പോരെ? ബോറടിക്കില്ലേ നമ്മൾ കുറേ നേരം കഴിയുമ്പോൾ? അല്ലേ? അതുകൊണ്ട് തന്നെയാണ് സഹസ്രനാമം. എന്തിനാ സഹസ്രനാമം? ഒരു നാമം പോരെ? അതെന്തിനാന്ന് വെച്ചാൽ ഒരേ നാമം ആവർത്തിച്ച് ചൊല്ലുമ്പോൾ നമുക്കൊരു മടുപ്പ് വരും. മടുപ്പില്ലെങ്കിൽ എങ്ങനെയായിരിക്കണം? ഒന്നാമത്തെ നാമം ചൊല്ലുമ്പോഴും 1000-ാമത്തെ പ്രാവശ്യം ചൊല്ലുമ്പോഴും ഒരേ താല്പര്യത്തോടുകൂടി ശ്രദ്ധയോടുകൂടി ഇരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ധിഷണ ഉറച്ചു, ധാരണ ഉറച്ചു എന്ന് പറയാം. നേരെ മറിച്ച് ഒന്നാമത്തെ പ്രാവശ്യം ചൊല്ലി 1000 ആകുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ ഡ്രെയിൻ ഔട്ട് ആകുകയാണെങ്കിൽ ആ വിരസത മാറ്റുന്നതിന് വേണ്ടിയിട്ടും കൂടിയാണ് എന്ത് വെച്ചിരിക്കുന്നത്? സഹസ്രനാമം വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഇത്? നമുക്ക് മാറി 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 പല പല നാമങ്ങൾ ചൊല്ലുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒരു രസം തോന്നും, ശ്രദ്ധ തോന്നും. എത്രമാത്രം കരുതലോടുകൂടി കാരുണ്യത്തോടു കൂടിയാണ് ആചാര്യന്മാർ ഇതെല്ലാം തന്നിരിക്കുന്നത്. ത്യാഗരാജസ്വാമികളുടെ അവസാനമായപ്പോൾ ത്യാഗരാജസ്വാമികൾക്ക് തോന്നി, ഇനി എന്തിനാണ് ജീവിച്ചിരിക്കുന്നത്, അങ്ങ് മരിച്ചേക്കാം. അപ്പോൾ ഭഗവാനോട് നിരന്തരമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, 10-ാം മാസം, ഇന്നേക്ക് 10-ാം മാസം നീ ശരീരം വെടിയും. എന്നിട്ട് ഭഗവത് ചിന്തയോടുകൂട്ടി തന്നെ അദ്ദേഹം ശരീരം വെടിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്നൊരു പ്രകാശം അദ്ദേഹം പൂജിച്ചിരുന്ന ആ ശ്രീരാമ വിഗ്രഹത്തിലേക്ക് തന്നെ ലയിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ അത്രമാത്രം ശ്രീരാമചന്ദ്രസ്വാമിയെ നെഞ്ചോട് ചേർത്ത ഒരു മഹാഭക്തനായിരുന്നു ത്യാഗരാജസ്വാമികൾ. നമ്മൾ അതും മനസ്സിലാക്കിയിരിക്കണം. കാരണം ഭക്തനിലൂടെയാണ് പലപ്പോഴും ഭഗവാൻ അറിയപ്പെടുക. രാമചാലീസ ഇല്ല, പക്ഷെ ഹനുമാൻ ചാലീസയാണുള്ളത്, അല്ലേ? ശ്രീരാമനേക്കാൾ കൂടുതൽ ക്ഷേത്രങ്ങൾ എവിടെയുള്ളത്? ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രങ്ങളാണ്. ശ്രീരാമഭക്തരെക്കാൾ കൂടുതലുള്ളത് ആരാണ്? ഹനുമാൻ ഭക്തരാണ്. കാരണം എന്തുകൊണ്ടാണ്? ഭക്തനാണ് ഭഗവാന് പെരുമ നൽകുന്നത്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെല്ലാം മനസ്സിലാക്കി ഭക്തന്മാരെ സ്മരിക്കുന്നത് തന്നെ പുണ്യമാണ്. പൊതുവെ ആചാര്യന്മാർ പറയും, നമ്മൾ ഈ വിവേകാനന്ദ ജയന്തി പോലെയുള്ള ദിവസങ്ങളൊക്കെ എന്തിനാണ് ആചരിക്കുന്നത്? നമ്മളവിടെ പോയി ആഘോഷമായിട്ട് വരാനല്ല. നമ്മുടെ ആചാര്യന്മാർ നമുക്ക് വേണ്ടി അനുഷ്ഠിച്ച തപസ്, അത് നമ്മൾ പറയില്ലേ, ആ ഒരു നന്ദി വേണമെന്ന്. ആ നന്ദിയുടെ സ്മരണ നമുക്കുണ്ടാകണം. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ള ദിവസങ്ങൾ സ്മരിക്കുക. അപ്പം ഇന്ന് ശ്രീരാമനവമി ആണെങ്കിൽ നമ്മൾ എന്ത് സ്മരിക്കണം? ആ ശ്രീരാമചന്ദ്രസ്വാമി ലോകത്തിന് കാണിച്ചു കൊടുത്തത് രാമരാജ്യം, അല്ലേ? നമുക്കിപ്പോഴും സംശയമുണ്ട്, ശ്രീരാമചന്ദ്രസ്വാമി ചെയ്തതും പറഞ്ഞതും എല്ലാം ശരിയാണോ? എന്നാലും ശ്രീരാമന്, ഞാൻ കഴിഞ്ഞ ദിവസം അമൃതാനന്ദമയി അമ്മയുടെ അടുക്കൽ പോയി കാണാൻ. അപ്പോൾ അമ്മ ഇങ്ങനെ ദർശനമൊക്കെ തന്നതിന് ശേഷം അടുത്തിരിക്കാൻ പറഞ്ഞു. കുറച്ച് നേരം ഇരുന്നപ്പോൾ അവിടെ അമ്മയുടെ അടുക്കൽ പഠിക്കുന്ന കുട്ടികളുണ്ട്, ഫോറിനേഴ്സിൻ്റെ കുട്ടികളൊക്കെയാണ്. അപ്പോൾ ഒരു പെൺകുട്ടി പെട്ടെന്ന് ഓടി വന്നു. അപ്പം അമ്മ എന്നെ നോക്കിയിട്ട് പറഞ്ഞു, ഇവൾ കഴിഞ്ഞ ദിവസം എന്നോട് പറയുക, എന്നാലും അറ്റ്ലീസ്റ്റ് ആ ശ്രീരാമന് സീതയോട് ഒരു സോറി പറയാൻ മേലായിരുന്നോ എന്ന് പറയുകയാണ്. അപ്പം അമ്മ പറയുകയാണ്, നല്ല ഗംഭീരമായിട്ട് നിന്ന് പ്രസംഗിക്കും ആ കുട്ടി, രാമായണമൊക്കെ നന്നായിട്ട് അറിയാം, എങ്കിലും ഒരു വിഷമം, അറ്റ്ലീസ്റ്റ് ഒരു സോറി എങ്കിലും പറഞ്ഞുകൂടെ എന്ന്. പക്ഷേ ശ്രീരാമനെ നമ്മൾ ശരിക്ക് പഠിക്കാഞ്ഞിട്ടാണ്. ശ്രീരാമൻ എന്താണോ ചെയ്തത് അതാണ് ധർമ്മം. രാമോ വിഗ്രഹവാൻ ധർമ്മ. 2-3 ഉദാഹരണങ്ങൾ പറഞ്ഞിട്ട് സമയം സമർപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. ശ്രീരാമൻ ധർമ്മത്തിൻ്റെ മൂർത്തിയാണ്, അല്ലേ? ധർമ്മം ഒരു വിഗ്രഹ രൂപമെടുത്താൽ അതാണ് ശ്രീരാമൻ. അപ്പോൾ ശ്രീരാമൻ ചെയ്തതിൽ ചില സംശയങ്ങൾ നമുക്ക് തോന്നാൻ സാധിക്കും. ഒന്ന്, ലക്ഷ്മണൻ കിടന്ന് ഒച്ച വെക്കുന്നുണ്ട്, ചേട്ടൻ എന്തിനാ ഈ സ്ത്രീലമ്പടനായിട്ടുള്ള അച്ഛൻ പറയുന്നതൊക്കെ കേൾക്കുന്നത്, അല്ലേ? അതായത് യുവരാജാവിന് രാജാവ് സ്ത്രീജിതനായിട്ടോ ആരുടെയെങ്കിലും വാക്കുകൾ തെറ്റായ രീതിയിലോ കേട്ട് രാജ്യം പിടിച്ചടക്കുന്നുണ്ടെങ്കിൽ ശക്തി ഉപയോഗിച്ച് അയാളെ പിടിച്ചെടുക്കാം. ലക്ഷ്മണൻ ന്യായമൊക്കെ പറയുന്നുണ്ട്. ധർമ്മത്തിന് 2 തലമുണ്ട്, മുഖ്യധർമ്മം, ഗൗണധർമ്മം. മുഖ്യം എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, ഗൗണധർമ്മം എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് നോട്ട് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഏറ്റവും പ്രധാനം ഏതാണ്? മുഖ്യധർമ്മം. 2 തെറ്റ് വന്നാൽ നമുക്ക് 2നെയും തള്ളിക്കളയാം. ഒരു ശരിയും തെറ്റും വന്നാൽ ശരിയെടുക്കാം. 2 ശരി വന്നാൽ എന്തെടുക്കും? ഏറ്റവും പ്രാധാന്യമുള്ളതിനെ എടുക്കണം, മുഖ്യത്തിനെ എടുക്കണം. ശ്രീരാമൻ എവിടെയൊക്കെ മുഖ്യധർമ്മം എടുത്തോ അവിടെ എല്ലാം നമുക്ക് സംശയമാണ്, ഒരു സംശയം വേണ്ട. അപ്പം ഇവിടെ എന്താണ്? ലക്ഷ്മണനോട് പറയുന്നുണ്ട്, താൻ ഇവിടെ യുവരാജാവായി അഭിഷേകം ചെയ്യപ്പെട്ടിട്ടില്ല. ചെയ്യപ്പെട്ടിരുന്നെങ്കിൽ അച്ഛൻ്റെ കയ്യിൽ നിന്ന് അധികാരം മേടിക്കായിരുന്നു. ഇവിടെ ആ
ഭാവം ഏറ്റവും വലുതേതാണ്? പുത്രഭാവമാണ്. അപ്പം പുത്രൻ്റെ ധർമ്മമാണ് മുഖ്യധർമ്മം. അതുകൊണ്ട് അച്ഛൻ പറയുന്നത് കേട്ടു. സീതയെ ഉപേക്ഷിച്ചത് എന്തുകൊണ്ടാണ്? അവിടെ സീതയുടെ ഭർത്താവെന്നുള്ള ധർമ്മമല്ല, രാജ്യത്തിൻ്റെ രാജാവെന്നുള്ളതാണ് മുഖ്യധർമ്മം. അപ്പം രാജ്യത്ത് ഇതുപോലെ വീണ്ടും ഒരു ചുതി അല്ലെങ്കിൽ എവിടെയെങ്കിലും അഗ്നിപരീക്ഷ നടത്തിയത് എവിടെയാ? അയോധ്യാവാസികൾ കണ്ടിട്ടില്ല അഗ്നിപരീക്ഷ നടത്തിയത്, ലങ്കയിലാണ് അഗ്നിപരീക്ഷ നടത്തിയത്. അപ്പം അയോധ്യാവാസികൾക്ക് സംശയം തോന്നാം, അത് മറ്റു കുടുംബങ്ങളിലേക്കും വ്യാപിച്ച് സ്ത്രീകൾ എവിടെയെങ്കിലും എല്ലാം പോയിട്ട് വന്നിട്ട് ഇതുപോലുള്ള ചർച്ചകൾ ഉണ്ടായെങ്കിലോ? ഇതൊക്കെ നേരത്തെ കൽപ്പിച്ചു കൂട്ടിയതാണ്. സീതാദേവിക്ക് കുട്ടികളുണ്ടാവുമ്പോൾ വനത്തിൽ പോകണമെന്നൊക്കെ പറയുന്നുണ്ട്. എങ്കിൽ പോലും അവിടെ രാജാവിൻ്റെ ധർമ്മമാണ് നോക്കുക. നമുക്കെന്തുകൊണ്ടാണ് മനസ്സിലാകാത്തത്? നമ്മൾ സ്ഥിരം ഇന്ന് രാഷ്ട്രീയക്കാരെ കാണുന്നതുകൊണ്ടാണ്. അവരെന്താ നോക്കുക? ഫസ്റ്റ് കുടുംബം അല്ലേ? ബാക്കി മുഴുവൻ ആൾക്കാർ പോയാലും എൻ്റെ കുടുംബം നന്നാകണം. അതുകൊണ്ടാണ് നമ്മൾ ചോദിക്കുന്നത്. എന്നാലും സ്വന്തം ഭാര്യ അല്ലാതെ വേറെ ഭാര്യ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. എന്നാലും സ്വന്തം മോനെ ഇങ്ങനെ ശ്രീരാമൻ ചെയ്തില്ലേ? അതായത് ഒരു ചാണക്യം പറഞ്ഞിട്ടില്ലേ, ഒരു രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഒരു സംസ്ഥാനത്തിനെ ഇല്ലാതെയാക്കണമെങ്കിൽ ഇല്ലാതെയാക്കണം. ഒരു സംസ്ഥാനത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഒരു ജില്ല കൊള്ളത്തില്ല എങ്കിൽ അതിനെ നന്നാക്കി കളയണം. കാരണം എന്താ? ശരീരത്തിൽ ക്യാൻസർ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? അയ്യോ, ആ ശരീരഭാഗം പോയാൽ എങ്ങനെയായിരിക്കും എന്ന് വിചാരിച്ച് വെച്ചുകൊണ്ടിരിക്കുകയാണോ? ആ ഭാഗത്തിനെ നമ്മൾ കളയും, എന്നിട്ട് ശരീരത്തെ സംരക്ഷിക്കും. ഇത്ര മാത്രമേ ശ്രീരാമനും ചെയ്തുള്ളൂ. ശ്രീരാമൻ എവിടെയൊക്കെ മുഖ്യധർമ്മം സ്വീകരിച്ചോ അവിടെ നമുക്ക് സംശയമാണ്. ഇപ്പം ശ്രീരാമന് ഇവിടെ സീതയും ബാധ്യസ്ഥയാണ്. ഒരു രാജാവിനെ വിവാഹം കഴിച്ചതോടുകൂടി ആ രാജാവ് മുഖ്യധർമ്മം അനുഷ്ഠിക്കുമ്പോൾ അതനുസരിക്കാൻ സീതയും ബാധ്യസ്ഥയാണ്. പക്ഷെ നമ്മളിത് ശരിയായ രീതിയിൽ കൃത്യമായിട്ട് അനലൈസ് ചെയ്യണം. ഭരതൻ ധാരാളം മുനിമാരെയൊക്കെ കൂട്ടി, ജാബാല മുനിയൊക്കെ കൂട്ടിപ്പോയി വാഗ്വാദം നടത്തുന്നുണ്ട് രാമനോട്. അതായത് ആരാണോ അങ്ങയെ കാട്ടിലേക്ക് അയച്ചത് അദ്ദേഹം ജീവിച്ചിരിപ്പില്ല. ആരാണ്? ദശരഥൻ. ആരുടെ പ്രേരണയാലാണോ വിട്ടത് അവർക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല. കാരണം ഭരതൻ നല്ല ഡോസ് കൊടുത്തല്ലോ കൈകേയിക്കിട്ട്, അതും കുഴപ്പമില്ല. അങ്ങ് ആരെയാണോ ഭരിക്കാൻ പോകുന്നത് അവർക്കും വിരോധമില്ല, പ്രജകൾക്ക്. ഭരതനും വിരോധമില്ല, അതുകൊണ്ട് തിരിച്ചു വരാമെന്ന്. ശ്രീരാമൻ ഓരോന്നും ധർമ്മത്തിൻ്റെ പറഞ്ഞ് ഇത് മുഴുവൻ തെറ്റാണെന്ന് സ്ഥാപിക്കുന്നുണ്ട്. ഇതാണ് ജാബാല ന്യായം എന്ന് പറയും. ജാബാല മുനിയാമെന്ന് പറഞ്ഞത് കേൾക്കുമ്പോൾ എല്ലാം ശരിയാണെന്ന് തോന്നും അല്ലേ? അർജുൻ ഇങ്ങനെയായിരുന്നു. അർജുൻ എന്താ യുദ്ധഭൂമിയിൽ കിടന്ന് പറയുന്നത്? എന്നാലും നമ്മുടെ ബന്ധുക്കളല്ലേ, ഇവരെല്ലാം കൊന്നു കഴിഞ്ഞാൽ ഇവരുടെ എല്ലാം ഭാര്യമാർ വിധവകളാവില്ലേ, മക്കളില്ലാതെ ആവത്തില്ലേ? കൃഷ്ണന് രോഗം മനസ്സിലായി. കാരണം എന്താ? ഇഷ്ടം പോലെ യുദ്ധം ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പ് അർജുനൻ. എല്ലാവരെയും കൊന്നു കുഴിച്ചു മൂടിയിട്ടുണ്ട്. പക്ഷെ സ്വന്തം ബന്ധുക്കളെ കണ്ടപ്പോൾ, സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കുന്നെന്ന് പറയുന്ന പോലെ ബന്ധുക്കളെ കണ്ടപ്പോൾ ഒരു വിമ്മിഷ്ടം. മര്യാദയ്ക്ക് പോയി യുദ്ധം ചെയ്യാൻ പറഞ്ഞു. ഒരു വിരക്തിയും വന്നിട്ടല്ല സന്യാസിയാകാമെന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് കൃഷ്ണൻ പറഞ്ഞത് ഓരോടത്ത് ഓരോ താല്പര്യം പാടില്ല അല്ലേ? അത് ധർമ്മത്തിന് വേണ്ടി നീ ചെയ്യുക. ഇതുപോലെ നമ്മളുടെ ഇതിഹാസങ്ങളെയും പുരാണങ്ങളെയും എടുത്ത് പഠിച്ചാൽ ഒന്ന് മനസ്സിലാക്കേണ്ടത്, വേദം നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. ആ വേദത്തിനെ നമുക്ക് മനസ്സിലാക്കാനായി വളരെ ലളിതമായിട്ട് തന്നിരിക്കുന്നവയാണ് ഇതിഹാസങ്ങളും പുരാണങ്ങളും. വേദത്തിലെ ഒരാശയം, ഉദാഹരണത്തിന് സത്യം വധ എന്ന് പറയുന്ന ഒരാശയം ഉണ്ടെന്ന് വിചാരിക്കുക. നമുക്ക് തോന്നും എത്രമാത്രം നമ്മൾ സത്യവാനായിരിക്കണം എന്നൊക്കെ സംശയം തോന്നും. അതിനെന്ത് ചെയ്തു? ഈ ഒറ്റ ആശയത്തെ സ്കന്ദപുരാണത്തിൽ 50 അധ്യായത്തിൽ ഹരിശ്ചന്ദ്ര ചരിതം പറഞ്ഞു. അതോടുകൂടി നമുക്ക് മനസ്സിലായി എൻ്റെ ഭഗവാനെ എത്രമാത്രം സത്യവാനായിരിക്കണം അല്ലേ? ഒരാശയത്തെ, കാരണം നമ്മുടെ ബുദ്ധി അത്രയേ ഉള്ളൂ, 50 അധ്യായം കൊണ്ട് പറഞ്ഞു. അതായത് വേദങ്ങളിലുള്ള ആശയത്തെ വളരെ വിപുലമായി നമുക്ക് മനസ്സിലാക്കാനാണ് ഇതിഹാസങ്ങളും പുരാണങ്ങളും. ഇതിഹാസം നടന്നതാണ്, ചരിത്ര സംഭവമാണ്. ശ്രീരാമചന്ദ്രസ്വാമി ഈ ഭൂമിയിൽ അവതാരമെടുത്തതാണ്. അതുകൊണ്ട് തന്നെ ആ ശ്രീരാമചന്ദ്രസ്വാമിയുടെ ചരിതം മനസ്സിലാക്കി രാമായണം ഓടിച്ചു വിട്ട് കർക്കിടകത്തിൽ വായിക്കാതെ, വായിക്കുന്ന ഭാഗം മനസ്സിലാക്കി 2 വർഷമോ 5 വർഷമോ 10 വർഷം കൊണ്ട് രാമായണം വായിച്ച് തീർത്ത് അതിലെ ആശയങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കട്ടെ. അതിനായി ശ്രീരാമചന്ദ്രസ്വാമി തന്നെ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞ എല്ലാ വാക്കുകളും ആ ഭഗവത് പാതാരവിന്ദത്തിൽ സമർപ്പിക്കുന്നു.